കർത്താവായ യേശുവിന്റെ എന്നെ ക്ഷണിച്ചല്ലോ അല്ലേ? എനിക്ക് അവിടുന്ന് പറഞ്ഞത് എല്ലാം കേൾക്കാൻ പറ്റുന്നില്ല, എനിക്ക് Okay. കട്ടായി പോകുന്നുണ്ട്. ഇപ്പൊ എന്റെ ടൈം ആയോ? I was there. Okay. ഓക്കെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ രാത്രിയിൽ ഈ സൂം മീറ്റിംഗിൽ കൂടെ ദൈവജനങ്ങൾക്ക് കേൾപ്പാനായി ഈ രാത്രി കൂടി വന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹീതരായ ഞാൻ ബഹുമാനിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദാസദാസന്മാർക്കും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ശ്രമിക്കുന്ന എല്ലാ ദൈവജനത്തിനും കർത്താവായ യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ ഇന്ന് രാത്രിയിൽ വന്ദനം അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ രാത്രിയിലെ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അകത്ത് പ്രകാശിപ്പിച്ച ഒരു വചനഭാഗം വേഗത്തിൽ നിങ്ങളോട് പങ്കുവെച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം തന്ന ആലോചന പറയുവാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികൾ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം ഒരാൾക്ക് ശബ്ദവൃത്തി വായിക്കും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവ്, ഇന്ന് രാത്രിയിലെ ദൈവവചന ചിന്തയ്ക്കായി ലഭിക്കപ്പെട്ട ദൈവശബ്ദത്തിനായി സ്തോത്രം. കർത്താവിന്റെ ദാസിദാസന്മാരായി ഞങ്ങൾ ഒരുമിച്ച് അടുത്തു വരുന്നു. പ്രത്യേകിച്ച് യേശുവിന്റെ കൃപാസനത്തോട് അടുത്തു വരുന്നു. രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ അടിയിൽ വസിച്ച് ശുശ്രൂഷിക്കുന്ന യേശുവിന്റെ നാമത്തെ ഉയർത്തുന്ന വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ വ്യക്തികളെ ഹൃദയങ്ങളെ കർത്താവ് തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ദൈവവചനത്തിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കാം. ഞാൻ ആദ്യമായിട്ടാണ് പല സൂം മീറ്റിങ്ങും പ്രസംഗിക്കാറുണ്ടെങ്കിലും ഈ സൂം പ്ലാറ്റ്ഫോമിൽ ആമേൻ ഇതിനകത്തുള്ള പലരും എനിക്ക് വ്യക്തിപരമായ അധികം പരിചയങ്ങളൊന്നുമില്ല. ആമേൻ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ നിറവിന്റെ ആവശ്യകത ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ, പരിശുദ്ധാത്മാവിന്റെ നിറവിന്റെ ആവശ്യകത എന്നൊരു വിഷയമാണ്. ദൈവത്തിന്റെ സ്തോത്രം. നിങ്ങൾ ഒത്തിരി ആത്മനിറവിനെ കുറിച്ച് ഒത്തിരി പ്രസംഗങ്ങൾ കേൾക്കുന്നവരാണ്. ആരംഭത്തിലെ തന്നെ ആമേൻ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ നിയോഗം നിന്ന് ചില കാര്യങ്ങൾ മുഖവുരയായി പറഞ്ഞ് മെസ്സേജിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യം ദൈവവചന ശുശ്രൂഷയായിരിക്കും ആരംഭ സമയങ്ങളിൽ. അവസാന സമയത്തായിരിക്കും വ്യക്തികളോടുള്ള ദൈവത്തിന്റെ ആലോചനകൾ, പ്രവചന ശബ്ദങ്ങളാകാം, രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാകാം. അതെല്ലാം ഈ ശുശ്രൂഷയുടെ അവസാന സമയങ്ങളായിരിക്കും. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി നിങ്ങൾ ദൈവവചനത്തിന് മുമ്പിലായിരിക്കണം. അത്ഭുത ശുശ്രൂഷകളും കൃപാവരങ്ങളും എല്ലാം കർത്താവ് നൽകിയിരിക്കുന്ന ദൈവവചനത്തെ ഉറപ്പിക്കാൻ വേണ്ടിയാണ്. ഏറ്റവും വലിയ പ്രവചനമായി ഞാൻ വിശ്വസിക്കുന്നതും കരുതുന്നതും എഴുതപ്പെട്ട നമ്മുടെ കരങ്ങളിൽ ലഭിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ തിരുവെഴുത്തുകളാണ്. അതുകൊണ്ട് ദൈവവചന ശുശ്രൂഷയ്ക്ക് എല്ലാ മീറ്റിങ്ങുകളിലും ഏറ്റവും അധികം പ്രാധാന്യമുണ്ട്. ഇവിടെ പ്രസംഗിക്കപ്പെടുന്ന വചനത്തെ ഉറപ്പിക്കാനാണ് ഇതിന്റെ അവസാന സമയങ്ങളിൽ കർത്താവ് അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്നത് നമ്മൾ ഓർത്തിരിക്കണം. അതുകൊണ്ട് ഏറ്റവും പ്രാധാന്യം ദൈവവചനത്തിനാണ്. സ്തോത്രം. ഹല്ലേലൂയ. യെഹെസ്കേൽ പ്രവാചകനെ പരിശുദ്ധാത്മാവിന്റെ നദിയെ ദൈവം കാണിച്ചു കൊടുക്കുന്ന നിങ്ങൾക്ക് കാണാൻ കഴിയും. യെഹെസ്കേൽ പുസ്തകത്തിലുണ്ട്. യെഹെസ്കേലിന്റെ പുസ്തകത്തിൽ നിങ്ങൾ പലരും കേട്ടിട്ടുള്ള ഭാഗമാണ്. ഞാനത് പറഞ്ഞു വിടുകയാണ്. പ്രവാചകനെ ദൈവം ഒരു നദി കാണിച്ചു കൊടുത്തു. ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് നദി പുറപ്പെടുന്നു. അത് സ്വർഗത്തിലെ ആലയത്തിന് ദൈവസിംഹാസനത്തിന്റെ കീഴിൽ നിന്നും പുറപ്പെടുന്നു. ഹല്ലേലൂയ. ആ നദിയിലേക്ക് പ്രവാചകൻ ഇറങ്ങാൻ ആഗ്രഹം ഉണ്ടായി. ദൈവദൂതൻ തന്നെ ഇറക്കുന്നത് കാണാൻ കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. പല അളവുകളൊക്കെ ആ നദിയിൽ വെച്ച് പ്രവാചകന് വ്യക്തിപരമായിട്ട് അനുഭവപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ഞാൻ പുതിയ സഭയിൽ വിശ്വാസികളെ 3 തട്ടായിട്ട് ഈ ഭാഗത്ത് നിന്ന് തിരിക്കുകയാണ്. ഒന്ന്, ഇതുപോലുള്ള സൂം മീറ്റിങ്ങുകൾ വന്നിരിക്കുമ്പോൾ ആളുകൾ ഇരിക്കുന്ന രീതികൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അവരെങ്ങനെയാ ദൈവത്തെ സ്തുതിക്കുന്നത്, ആരാധിക്കുന്നത്, പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കുന്നുണ്ടോ, ദൈവവചനത്തോടെ എങ്ങനെ പ്രതികരിക്കുന്നു, ഇതെല്ലാം ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ അങ്ങനെ നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാം നിങ്ങൾ ഏത് തട്ടിലാണ്. കാരണം ഈ യെഹെസ്കേലിന്റെ പ്രവചനത്തിൽ കാണാം ആ നദി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആത്മനദി. അത് യെഹെസ്കേലാ കണ്ടത്. എന്നാൽ ബാബിലോണിൽ വേറെ യഹൂദന്മാരുണ്ട്. ആ നദി കാണാത്ത പല യഹൂദന്മാരും ഉണ്ട്. ഇങ്ങനൊരു നദി ഉള്ള കാര്യം പോലും അറിയാത്തവരുണ്ട്. ചർച്ചിൽ എന്തിനാ പോകുന്നത്? എല്ലാവരും പാട്ടുപാടിപ്പോ കൂടെ പാട്ടുപാടി കൈയടിച്ചു. എന്തിനാ? അതിന് നടുക്കൂടി ഒരു നദി ഒഴുകുന്നുണ്ട്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ നദി. ഇന്ന് രാത്രിയിൽ ഈ മീറ്റിംഗിൽ ആ നദി അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. അപ്പൊ 3 തരക്കാരാ. ഒന്ന്, യെഹെസ്കേൽ പ്രവാചകൻ ആ നദി കണ്ടു, അതിൽ ഇറങ്ങി ഒത്തിരി അനുഭവങ്ങളൊക്കെ ഉണ്ടായി. എന്നാൽ സ്തോത്രം ചില ആളുകൾ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കാത്ത ആളുകളുണ്ട്.
അവരെ വിളിക്കുന്നത് ഇങ്ങനെയാണ്, തീരദേശവാസികൾ എന്ന് വിളിക്കും. എന്ന് പറഞ്ഞാൽ ചില ഇതുപോലുള്ള സൂം മീറ്റിങ്ങുകളിലൊക്കെ ചില ആളുകൾ ഇരുന്ന് കൈയടിക്കുന്നു, ദൈവദാസന്മാർ ദൈവജനമൊക്കെ പറയുമ്പോൾ ശക്തമായ സ്തോത്രം, അത് എന്നോടുള്ള ദൂത എന്നൊക്കെ പറഞ്ഞ് ആത്മാവിൽ നിറഞ്ഞ ദൈവസാന്നിധ്യത്തിൽ ആരാധിക്കുന്നതൊക്കെ കണ്ടോണ്ടിരിക്കും. പക്ഷെ ഇവർ കൈയടിക്കുകയല്ല, സ്തോത്രം പറയത്തില്ല, അവര് കണ്ടോണ്ടിരിക്കും. നദിയിൽ ചിലർ ഇറങ്ങി നീന്തുന്നത് കരയിൽ നിന്ന് കണ്ടോണ്ടിരിക്കും. അങ്ങനെയുള്ളവരെ നമ്മൾ വിളിക്കുന്നത് ഹല്ലേലൂയ, കരക്കാർ അല്ലെങ്കിൽ തീരദേശവാസികൾ എന്ന് വിളിക്കും. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ചില ആളുകളുണ്ട്, മറ്റുള്ളവർ ഹല്ലേലൂയ പറഞ്ഞോ സ്തോത്രം പറഞ്ഞോ അതൊന്നും നോക്കാൻ അവർക്ക് സമയമില്ല. ഇത് ദൈവം എന്നോട് സംസാരിക്കുന്ന സമയങ്ങളാണ്, ദൈവം എന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുന്ന സമയങ്ങളാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട്, ആ ദൈവവചനം ഞാൻ വിശ്വസിക്കുന്നു, ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ആ നദിയിലേക്ക് ഇറങ്ങുന്ന ആളുകളുണ്ട്. അവരുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, മീറ്റിംഗ് കഴിഞ്ഞ് എഴുന്നേൽക്കുന്നത് പോലും അവർ വേറെ ആളായിട്ടായിരിക്കും. അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ആ ആരാധന സമയത്ത് സംഭവിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ നിങ്ങൾ എങ്ങനെ ദൈവത്തിന് മുമ്പിൽ ഇരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളുടെ ഒരു ആത്മീയ ഒരുക്കത്തിന് വേണ്ടി പരിശുദ്ധാത്മാവ് എന്നെ ഏൽപ്പിച്ച കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ചില ആളുകളുണ്ട്, പരിശുദ്ധാത്മാവിനെ അല്പമായിട്ട് വിട്ടുകൊടുക്കും. കൈ അടിക്കുന്നുണ്ടോ ചോദിച്ചോ ഉണ്ട്, സ്തോത്രം പറയുന്നുണ്ടോ ചോദിച്ചോ ഉണ്ട്, എന്നാൽ ആഴത്തിലേക്ക് ഇറങ്ങുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ആത്മാവിന്റെ പ്രവർത്തനങ്ങളിലെ ആഴങ്ങളിലേക്ക് പോകുന്നില്ല. രക്ഷിക്കപ്പെട്ട തൊട്ട് എത്ര വർഷമായി? 20-30 വർഷമായി. എന്റെ വല്യപ്പച്ചൻ തൊട്ട് കുടുംബത്തിൽ ഇന്ന ആൾക്കാരൊക്കെ വലിയ ഭക്തന്മാരായിരുന്നു. ചരിത്രം പറയാൻ ഒത്തിരിയുണ്ട്. പക്ഷേ വ്യക്തിപരമായി വല്യപ്പച്ചനുണ്ടായിരുന്ന അനുഭവം നിനക്കുണ്ടോ? നിന്റെ ആത്മീയ അനുഭവങ്ങളുടെ ആഴം എത്രയെന്ന് വ്യക്തിപരമായി നിർത്തി ചോദിച്ചാൽ പറയാൻ അധികമില്ല. 1-2 അന്യഭാഷ മാത്രം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഏതോ ഒരു പാരമ്പര്യ സഭയിലെ വിശ്വാസിയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൽ ആഴമായ അനുഭവങ്ങളൊന്നുമില്ല, ഒരു ചർച്ചിലെ ഭാഗമാണെന്ന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ഇതുപോലൊരു മീറ്റിംഗ് കയറിയാൽ പോരാ കേട്ടോ. ഹല്ലേലൂയ. ആൾക്കൂട്ടത്തിനിടയിൽ ഇരുന്നാൽ പോരാ, ഒരു മെസ്സേജ് കേട്ടാൽ പോരാ. ഈ മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങും മുമ്പ് ദൈവത്തിൽ നിന്ന് ഒരു അനുഭവം ഉണ്ടായിരിക്കണം. എ പേഴ്സണൽ എൻകൗണ്ടർ ഫ്രം ഗാഡ്. ദൈവത്തിൽ നിന്ന് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. യാബോക്കിന്റെ കടവിൽ വെച്ച് യാക്കോബിന് അത് പറയാനുണ്ട്. ലൂസിൽ വെച്ച് ഒരു രാത്രി കല്ല് തലണയായി വെച്ച് കിടന്നുറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോൾ യാക്കോബിന് പറയാനുണ്ട്, ഇന്നലെ രാത്രി ദൈവം എന്നോട് സംസാരിച്ചു. ചില മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങും നമ്മൾ പറയാറില്ലേ, ഈ മീറ്റിംഗ് ഭയങ്കര ദൈവസാന്നിധ്യമായിരുന്നു. ഹല്ലേലൂയ. ദൈവം എന്നോട് സംസാരിച്ചെന്ന് നമ്മൾ പറയാറുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകലും ഈ മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരിക്കാൻ. പ്രസംഗിക്കാൻ ഏത് ദൈവദാസന്മാർ വന്നു പോയി എന്നുള്ളതല്ല. നിങ്ങളുടെ പ്രാർത്ഥന അനുസരിച്ച് ദൈവം നിങ്ങളോട് സംസാരിക്കും. നിങ്ങൾ ആദ്യം സംസാരിച്ചു തുടങ്ങണം. സ്വർഗത്തോട് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. പ്രസംഗിക്കാൻ വന്ന ദൈവദാസന്മാരെല്ലാം വെറും ഉപകരണങ്ങൾ മാത്രമാണ്. എന്നാൽ നമ്മുടെ മധ്യത്തിൽ ഇന്ന് പകൽ ഈ രാത്രി ഒരുവൻ വന്നിട്ടുണ്ട്. അവൻ തേജസ്സേറിയവനാണ്, അവൻ ഉന്നതനാണ്, അവൻ സർവശക്തനാണ്. അവന് തുല്യം പറയാൻ വേറെ ഒരു ദൈവമില്ല. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിൽ പ്രശ്നങ്ങളുടെ നടുവിൽ യോഹന്നാൻ ക്രിസ്തു ദർശനം കാണുകയാണ്. നിങ്ങൾ കാണുന്നുണ്ടോ? ആ ഭാഗത്തേക്ക് തൊട്ടിട്ട് ഈ വിഷയത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുക. യോഹന്നാൻ കണ്ട ക്രിസ്തു. ഹല്ലേലൂയ. സുവിശേഷങ്ങളൊന്നും കാണാത്ത ഭയങ്കര മഹത്വമുള്ള ക്രിസ്തുവിനെയാണ് വെളിപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നത്. സുവിശേഷങ്ങളിലൊക്കെ മഹത്വമുള്ള ക്രിസ്തുവാണ്, എന്നാൽ അതിനേക്കാൾ കൂടിയ അളവിലുള്ള വെളിപ്പാടുകളാണ് വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. സാത്താൻ ഇട്ട പദ്ധതികളെ തകർത്തു മാറ്റാൻ യോഹന്നാനു വേണ്ടി പത്മോസിൽ വെളിപ്പെട്ടിറങ്ങി വന്ന് നടക്കുന്ന ദൈവോത്തരന്റെ ദർശനം 1-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തുമ്പോൾ, ഹല്ലേലൂയ, ഇന്ന് രാത്രിയിലും ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിനക്കെതിരെ പിശാച് ഒരുക്കി അവന്റെ സകല പദ്ധതികളും പരിശുദ്ധമായി ഇപ്പോൾ തകർത്തു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. യോഹന്നാനു വേണ്ടി മാത്രമല്ല അവൻ ഇറങ്ങി വരുന്നത്, പുതിയ നിയമ വിശ്വാസിയെ അവൻ നമുക്ക് വേണ്ടിയും നമ്മുടെ സാഹചര്യങ്ങളിൽ ഇറങ്ങി വരുന്നവനാണ്. ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ കണ്ട ക്രിസ്തുവിന് 2-3 പ്രത്യേകതകളുണ്ട്. അവൻ അളക്കാനാകാത്ത ശക്തിയുള്ളവന്. അവന്റെ മുഖത്ത് നോക്കാൻ യോഹന്നാന് കഴിയുന്നില്ല. അവനെ കണ്ടപ്പോഴേ അവനിൽ നിന്ന് പുറപ്പെടുന്ന സാന്നിധ്യ നിമിത്തം ശരീരത്തിന് താങ്ങാനാകാത്ത ദൈവസാന്നിധ്യം കൊണ്ട് ഹല്ലേലൂയ മരിച്ചവനെ പോലെയായി അവന്റെ കാൽക്കൽ വീഴുന്ന ഒരു യോഹന്നാനെ നിങ്ങൾ കാണാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മറുരൂപ മലയിൽ വെച്ച് യേശു രൂപാന്തരപ്പെടുമ്പോൾ ആ സമയത്തൊന്നും പത്രോസിനും യോഹന്നാനും താങ്ങാനാകാത്ത സാന്നിധ്യം വന്ന് അവർ താഴെയൊന്നും വീഴുന്നില്ല. അവന്റെ മുഖത്ത് ആ സ്ഥലം മുഴുവൻ പ്രകാശം കൊണ്ട് മൂടപ്പെട്ടു. ആ സ്ഥലമൊക്കെ ആ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ വെളിപ്പെട്ട് വരുന്ന കർത്താവ്
പിതാവിന്റെ മഹത്വം, അത് സുവിശേഷങ്ങളൊന്നും കാണാത്ത മഹത്വം. അവൻ മുമ്പേ ദൈവത്തോട് കൂടി ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന മഹത്വം, ആ മഹത്വം മാറ്റിവെച്ച് മനുഷ്യാവതാരം എടുത്ത് ഈ മണ്ണിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രൻ ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി അവൻ നിത്യതയുടെ ഹല്ലേലൂയ ലക്ഷ്യത്തിലേക്കുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുമ്പോൾ ഹല്ലേലൂയ അതിനുശേഷം മടങ്ങിപ്പോയി താൻ മുമ്പേ പിതാവിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന ആ മഹത്വത്തിലേക്ക് മടങ്ങി പ്രവേശിച്ച പുത്രനെയാ വെളിപ്പാട് പുസ്തകം വെളിപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞാൽ അളക്കാനാകാത്ത ശക്തിയുള്ളവൻ. അവന്റെ കണ്ണ് അഗ്നിജ്വാല, അവന്റെ വായിൽ നിന്നും മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. ഹല്ലേലൂയ. അവൻ മാറത്ത് പൊൻകച്ച കെട്ടിയിരിക്കുന്നു. അവൻ 7 പൊൻ നിലവൾക്കയുടെ നടുവിൽ നടക്കുകയാണ്. അവന്റെ വേഷത്തെക്കുറിച്ച് വരെ അവിടെ യോഹന്നാൻ വിവരിക്കുന്നു. അതൊരു പുരോഹിതന്റെ വേഷമാ. മാറത്ത് പൊൻകച്ച കെട്ടി എന്നൊക്കെ പറയുമ്പോൾ ഒരു മഹാപുരോഹിതന്റെ വേഷത്തോടൊക്കെ ഉപമിച്ച്, മഹാപുരോഹിതന്റെ വേഷം പഴയ നിയമത്തിൽ പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ വന്നിരിക്കുന്ന ക്രിസ്തു ധരിച്ചിരിക്കുന്ന വേഷം ഒരു പുരോഹിത വേഷമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അളക്കാനാകാത്ത ശക്തിയും മഹത്വവും ഉള്ളവൻ മാത്രമല്ല, ഇന്ന് അവൻ മാനവരാശിക്കും ദൈവത്തിനും ഇടയ്ക്ക് ഒരൊറ്റ മധ്യസ്ഥനേ ഉള്ളൂ, ആ ഒറ്റ വീണ്ടെടുപ്പുകാരനേ ഉള്ളൂ. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശു മാത്രം. ആരെങ്കിലും ആദ്യമായിട്ട് ഇന്ന് രാത്രി ഈ മീറ്റിംഗിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ, ഇതുപോലൊരു പ്രാർത്ഥനയിൽ മുമ്പ് സംബന്ധിക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, യേശു ക്രിസ്തു മാത്രം മധ്യസ്ഥൻ. അവനെ കൂടെ മാത്രമേ വീണ്ടെടുപ്പുള്ളൂ, അവനെ കൂടെ മാത്രമേ നിത്യരക്ഷയുള്ളൂ, അവനെ കൂടെ മാത്രമേ സ്വർഗരാജ്യമുള്ളൂ. ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടോ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒന്ന്, മഹാപുരോഹിത വേഷത്തിൽ നിൽക്കുന്ന യേശു. 7 പൊൻ നിലവിളക്കുന്ന 7 സഭകളാണ്. 7 സഭകൾക്കും 7 വിധ പ്രശ്നങ്ങളുണ്ട്, 7 വിധ പോരാട്ടങ്ങളുണ്ട്, 7 വിധത്തിലുള്ള പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്, 7 വിധ സാഹചര്യങ്ങളുണ്ട്. എന്നാൽ ആ സഭകൾക്ക് നടുവില ഹല്ലേലൂയ, സഭകൾക്ക് പ്രയാസങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഒക്കെ ഉള്ളപ്പോ സ്വർഗത്തിലൊരു കസേരയിൽ ഇരിക്കുന്ന ഒരു ക്രിസ്തുവിനെ അല്ല അവിടെ കാണുന്നത്. വിടുതൽ ആവശ്യമുള്ള പ്രാർത്ഥനാ വിഷയങ്ങളിൽ ദൈവിക ഇടപെടൽ ആവശ്യമുള്ള നിലവിളിച്ചു പ്രാർത്ഥിക്കുന്ന സഭകൾക്ക് വേണ്ടി, സഭകൾക്ക് നടുവിലൂടെ ഉലാവുന്ന ഒരു കർത്താവിനെ യോഹന്നാൻ വെളിപ്പെടുത്തുക. ഇന്ന് രാത്രിയിലും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ നിങ്ങളുടെ ഏറ്റവും അടുത്തുണ്ട് അവന്റെ സാന്നിധ്യം. ഇന്ന് രാത്രിയും ഈ മീറ്റിംഗിൽ അവൻ വന്നിട്ടുണ്ട്. 2 3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടി വരുന്നു അവരുടെ മധ്യത്തിൽ ഞാനുണ്ട്. ഇന്ന് രാത്രി ഈ മീറ്റിംഗിൽ യേശുവിന്റെ സാന്നിധ്യം ഉണ്ട്. അവൻ നാമത്തെ ഞാൻ ഉയർത്തുകയാണ്. ഇന്ന് രാത്രിയും അത്ഭുതങ്ങളുടെ രാത്രിയാണ്. ഒന്ന്, ദൈവപ്പൻ സ്തോത്രം. ഒന്ന്, സഭകളുടെ മധ്യത്തിൽ അവനുണ്ട്. 2, അവനൊരു പ്രത്യേക സ്ഥലത്ത് ഇരിക്കുമല്ല. 7 പൊൻ നിലവിളക്കുടെ നടുവിൽ നടക്കുകയാണ്. നടുവിൽ എന്ന പദം നിയന്ത്രണത്തെ കാണിക്കുന്നു, നിയന്ത്രിക്കുന്നു. നിങ്ങളെ ഏത് പ്രാർത്ഥനാ വിഷയമാണെങ്കിലും പിശാചല്ല നിന്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ദൈവമാ. ഇപ്പോഴും ദൈവത്തിന്റെ കയ്യിലാണ് നിയന്ത്രണം ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നീ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത്. ഹല്ലേലൂയ. പത്മോസിൽ ഇരിക്കുന്ന യോഹന്നാനോട് കർത്താവിന് പറയാനുള്ള ദൂത് അതാണ്. ഈ പത്മോസിൽ പലരും തകർന്നതാ, പക്ഷെ നീ തകരില്ല. കാരണം എന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് നീ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത്. നീ ഇതിനെയൊക്കെ അതിജീവിച്ച് നിൽക്കുന്നത്. വിശ്വാസത്തിൽ വന്നിട്ടും പ്രയാസങ്ങളൊക്കെ അനുഭവിച്ച പലരും എന്നെ കേൾക്കുന്നുണ്ട്. വിവിധ പ്രാർത്ഥന ആവശ്യങ്ങൾ കൂടെ കടന്നു പോകുന്നവർ ഇപ്പോഴും നിങ്ങൾ പിടിച്ചു നിൽക്കുന്നുണ്ട്. കാരണം ഇപ്പോഴും പലതിനെ അതിജീവിച്ചതിന്റെ കാരണം നിങ്ങളുടെ കഴിവല്ല, അവന്റെ സാന്നിധ്യമാണ്. ഈ രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയുമോ? അവൻ പൊൻ നിലവിളക്കുടെ നടുവിൽ ഉലാവുകയാണ്. അവനൊരു സ്ഥലത്ത് നിൽക്കുകയല്ല, അവൻ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഈ രാത്രിയിലും അവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഈ മെസ്സേജ് ഞാൻ കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ മീറ്റിംഗിന് നടുവിൽ കർത്താവുണ്ട്. യോഹന്നാൻ കണ്ട കർത്താവ് ഈ രാത്രിയിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രാത്രി ദൈവം പ്രവർത്തിക്കുന്ന രാത്രി. ഈ രാത്രി പ്രസംഗിക്കാൻ നിൽക്കുന്ന ആൾ ആരും ആകട്ടെ, പക്ഷെ സ്വർഗത്തിന്റെ ഇടപാടുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വർഗം ഇതിന് മുകളിൽ തുറന്നിരിക്കുകയാണ്. ദൈവം ചിലരോട് സംസാരിക്കുന്ന അവൻ അവൻ സഭകളുടെ നടുവിൽ നിൽക്കുന്നു. അല്ലെങ്കിൽ സഭകളുടെ പാസ്റ്റേഴ്സ് നക്ഷത്രങ്ങൾ നമ്മൾ അവൻ വലങ്കയിൽ പിടിച്ചിരിക്കുകയാണ്. അവൻ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 7 സഭകൾക്കും ദൂത് എഴുതുമ്പോൾ നിങ്ങൾ ആ ദൂത് വ്യക്തമായി ശ്രദ്ധിക്കണം. അതിൽ മാനസാന്തരപ്പെടേണ്ടവരോട് മാനസാന്തരത്തിന്റെ ദൂത് പറഞ്ഞു. ഹല്ലേലൂയ. അവർ ചർച്ചിന്റെ അകത്തെ ഹല്ലേലൂയ സ്തോത്രം മാത്രമല്ല, പിന്നെ വീട്ടിൽ പോയിട്ട് ഇവരെന്താ കാണിക്കുന്നത് ഒറ്റയ്ക്കുള്ള സമയങ്ങളിൽ. ചിലരങ്ങനെയാ, ആരാധന സ്ഥലത്ത് ഭയങ്കര ഹല്ലേലൂയയും ഗ്ലോറിയും പറയും, പക്ഷേ അവരുടെ ഈ സ്തോത്രത്തിന് യോഗ്യമായ എല്ലാവർക്കും ജീവിതത്തിലുള്ളത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ നിന്റെ സ്തോത്രം മാത്രമല്ല അറിയുന്നു, നിന്റെ പ്രവൃത്തിയും കൂടെ അറിയുന്നു. കർത്താവ് പറഞ്ഞു സഭയോട് 7 സഭകൾക്ക് ദൂത് എഴുതുക. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു.
ആമേൻ. ഓരോ സഭകളിലുള്ള ഓരോ വിശ്വാസികളെ പേർ ചൊല്ലി അറിയുന്നു. അവർ കഴിഞ്ഞ ദിവസങ്ങൾ ദൈവത്തെ എങ്ങനെയാണ് സ്നേഹിച്ചത്, ആരാധിച്ചത് ഞാൻ വ്യക്തിപരമായി അറിയുന്നു. 7 സഭകൾക്ക് ദൂതത്തിൽ 5 സഭകളോട് പറഞ്ഞു മാനസാന്തരപ്പെടാൻ പറഞ്ഞു. ആമേൻ. എഫെസോസിലെ സഭയോട് മാനസാന്തരപ്പെടാൻ പറഞ്ഞു. കാര്യം ആദിമ സ്നേഹം നഷ്ടപ്പെടുത്തിയ സഭയുണ്ട്. ഹല്ലേലൂയ. വേറൊരു സഭയിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ പിന്മാറിപ്പോയവരോടെ ഉണ്ട്, അവരോട് മാനസാന്തരപ്പെടാൻ പറഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇസബേൽ എല്ലിന്റെ ഉപദേശം പിടിക്കുന്നവരുണ്ട്, ബെലിയാമിന്റെ ഉപദേശം, അവരോട് മാനസാന്തരപ്പെടാൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും നമുക്ക് ദൈവസന്നിധി കടന്നു വരുമ്പോൾ ഒരു അത്ഭുതത്തിന് വേണ്ടി, അടയാളത്തിന് വേണ്ടി, പ്രവചനത്തിന് വേണ്ടി മാത്രം ഒരു പ്രാർത്ഥനയായിരിക്കരുത്. ദൈവത്തോട് പറ, ഇന്ന് രാത്രി ഞാൻ എവിടെയാ മാനസാന്തരപ്പെടേണ്ടത്, എവിടെയാ എന്റെ ദൈവത്തോടുള്ള സ്നേഹത്തിൽ എനിക്ക് കുറവ് പറ്റിയിട്ടുണ്ടോ, ഇന്ന് രാത്രി എനിക്ക് ബോധ്യപ്പെടുത്തി തരണമേ എന്ന് ഒന്ന് പ്രാർത്ഥിക്കുന്ന രാത്രിയായിട്ട് മാറട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. 7 സഭകൾക്ക് ദൂത് എഴുതുമ്പോൾ ഓരോ സഭയ്ക്കും വാഗ്ദത്തം പറഞ്ഞു. ഓരോ സഭയ്ക്കും അവരുടെ ഇപ്പോൾ അവരായിരിക്കുന്ന സാഹചര്യങ്ങളെ കുറിച്ച് വ്യക്തമായി പറഞ്ഞു. ഹല്ലേലൂയ. നോക്കിക്കേ, അവരുടെ പ്രശ്നങ്ങൾ അവർ വിഷമിച്ചിരിക്കുമ്പോൾ നോക്കിക്കേ, ഓരോ സഭയ്ക്ക് ദൂത് എഴുതുമ്പോൾ ആദ്യം എങ്ങനെയുള്ള കർത്താവ് അവരോട് സംസാരിക്കുന്നത്. ഈ 7 നിലകൾക്കൂടെ നടുവിൽ കൂടെ ഉലാവുന്ന ക്രിസ്തുവിനെ കുറിച്ച് ചില വാക്കുകൾ വെളിപ്പെടുത്തി പറഞ്ഞുകൊണ്ട് അവന്റെ ശക്തിയെക്കുറിച്ച്, അവൻ ആരാണെന്ന് അവരെ ഓർപ്പിച്ചുകൊണ്ടാണ് ആ സഭകൾക്കുള്ള ദൂതിലേക്ക് പ്രവേശിക്കുന്നത്. അതിന്റെ അർത്ഥം ഇതാണ്, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും വരുമ്പോൾ നമ്മൾ ഈ ദൈവത്തിന്റെയൊക്കെ അവന്റെ അളവറ്റ ശക്തിയിലേക്ക് നോക്കുന്നതിന് മാറി നമ്മൾ പിന്നെ നമ്മുടെ മനസ്സ് മുഴുവൻ നമ്മളുടെ പ്രാർത്ഥന, നമ്മുടെ വിഷയങ്ങളാണ്. പിന്നെ നമ്മൾ ഈ ലോകത്തിലേക്ക്, നമ്മുടെ സാഹചര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് തിരിയാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് നമുക്ക് വേണ്ടിയുള്ള അവന്റെ അളവറ്റ ശക്തിയെ, അവന്റെ തേജസ്സിനെ നമ്മൾ മറക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കരുത്. നിങ്ങളുടെ എത്ര വലിയ പ്രാർത്ഥനാ വിഷയമാണെങ്കിലും അതിനേക്കാളും വലിപ്പവും ശക്തിയുള്ളവനായ എന്റെ കർത്താവ്, ഈ രാത്രി ഞാൻ പ്രസംഗിക്കുന്ന കർത്താവ് നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെക്കാളും വലിയവൻ. അവൻ മരണപാതാളങ്ങളെ ജയിച്ചവനാണ്. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഈ ക്രിസ്തുവിനെ കുറിച്ച് യോഹന്നാൻ പറഞ്ഞ ഒരു വാക്യം എനിക്ക് വളരെ ഇഷ്ടമാണ്. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശം ഇരിക്കുന്നു. നിങ്ങൾ കഴിഞ്ഞ ദിവസം പോയി കണ്ട ആ ഹോസ്പിറ്റലിലെ ഡോക്ടർ അല്ല നിന്റെ ആയുസിന്റെ ദിവസം തീരുമാനിക്കുന്നത്. നിന്നെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കിയ, മരണപാതാളങ്ങളെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ദൈവപുത്രനാണ് നിന്റെ ആയുസ് എത്ര നാൾ വരെ ഈ ഭൂമിയിൽ ഉണ്ടെന്ന് തീരുമാനിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി അതുകൊണ്ട് ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിലേക്ക്, ദൈവസാന്നിധ്യത്തിലേക്ക് നാം മടങ്ങി വരേണ്ട രാത്രിയാണ്. ഹല്ലേലൂയ. പെന്തക്കോസ്തിന്റെ അനുഭവം പരിശുദ്ധാത്മ നിറവിലേക്ക് നാം മടങ്ങി വരണം. പെന്തക്കോസ്തുകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിന് നിറവുള്ളവൻ, പരിശുദ്ധാത്മാവുള്ളവൻ. ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെയുള്ള അർത്ഥത്തില ഒരു കാലത്ത് ഈ പേര് പോലും ഉപയോഗിച്ചിരുന്നത്. പക്ഷെ ഇന്ന് പെന്തക്കോസ്തുകാരെന്ന ആ പേര് ഒരു സംഘടനയുടെ ഒരു പേരായിട്ട് മാറി. ആ സഭയ്ക്കകത്ത് തന്നെ പരിശുദ്ധാത്മാവിന്റെ നിറവെന്ന അനുഭവം ഇല്ലാത്ത അനവധി ആളുകൾ ദൈവത്തിന് സ്തോത്രം പെന്തക്കോസ്തിന്റെ അകത്തുണ്ട്. ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മാവിന്റെ നിറവ് ഒരു വിശ്വാസിക്ക് ഏറ്റവും ആവശ്യമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മുക്കുവന്മാരെ അപ്പോസ്തലന്മാരാക്കിയത് പരിശുദ്ധാത്മാവിന്റെ നിറവാണ്. യേശുവിന്റെ ബൈബിൾ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ മുക്കുവന്മാർ അപ്പോസ്തലന്മാരായി. അവർ ശ്രേഷ്ഠ അപ്പോസ്തലന്മാരെന്നറിയപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ നിറവ് ഏറ്റവും ആവശ്യമാണ്. ദൈവത്തിന് ആത്മനിറവില്ലാതെ ശുശ്രൂഷകൾക്ക് പറ്റത്തില്ല. നോക്കിക്കേ, ദൈവത്തിന് സ്തോത്രം. യേശുവിന് വേണമെങ്കിൽ യേശുവിന്റെ ബൈബിൾ കോളേജിലേക്ക് ആ കാലഘട്ടത്തിലുള്ള പരീക്ഷന്മാരും ശാസ്ത്രിമാരും പണ്ഡിതന്മാരെ സ്വീകരിക്കാം. അവരെ ഒന്നും സ്വീകരിച്ചില്ല. കാരണം എത്ര പാണ്ഡിത്യം ഉണ്ട്, എത്ര അറിവുണ്ട് നോക്കിയിട്ടല്ല കർത്താവ് സ്വീകരിക്കുന്നത്. പകരം പരിശുദ്ധാത്മാവിന് വേണ്ടി ആര് വിട്ടുകൊടുക്കാൻ തയ്യാറാണ്, അങ്ങനെയുള്ളവരെ മാത്രമാണ് കർത്താവ് തെരഞ്ഞെടുക്കുന്നത്. ഇന്ന് രാത്രിയിലും നിങ്ങളുടെ കുടുംബ പാരമ്പര്യവും വിദ്യാഭ്യാസവും നോക്കിയിട്ടല്ല ദൈവം നിങ്ങളെ വിളിക്കുന്നത്. പകരം അവൻ ആരാണെന്ന് മനസ്സിലാക്കി അവന്റെ സാന്നിധ്യത്തിന് നിങ്ങൾ കീഴ്പ്പെടാൻ തയ്യാറായാൽ അതാണ് ദൈവത്തിന്റെ പരമപ്രധാനമായ വിളിയുടെ പ്രത്യേകത. ഹല്ലേലൂയ. യേശു തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുമ്പോൾ ഹല്ലേലൂയ വിശ്വാസത്തെ കുറിച്ച് പഠിപ്പിച്ചു, പ്രാർത്ഥനയെ കുറിച്ച് പഠിപ്പിച്ചു. അതോടുകൂടെ തന്നെ അവരെ പല അധ്യായങ്ങൾ, പല വാക്യങ്ങളിൽ അവരെ പഠിപ്പിച്ച പരിശുദ്ധാത്മാവിനെ കുറിച്ചും പരിശുദ്ധാത്മ നിറവ് ഒരു വിശിഷ്യന്റെ ജീവിതത്തിൽ എത്ര പ്രാധാന്യമാണെന്ന് യേശു പഠിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിലും ആത്മനിറവ് ഒരു ശിഷ്യന്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ആ വിഷയത്തിലേക്ക് ഞാൻ വരികയാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ സ്വയ ശക്തി കൊണ്ടോ നിങ്ങളുടെ സ്വയ കഴിവ് കൊണ്ടോ അങ്ങ് നന്നാകാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. പാപത്തെ ജയിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. ക്രിസ്ത്യ ജീവൻ നയിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. അവിടെ പരിശുദ്ധാത്മാവിന്റെ സഹായം വേണം. ശിഷ്യന്മാർക്ക് എപ്പോഴാണ് യേശു പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞ് പഠിപ്പിക്കാൻ തുടങ്ങിയത് ചോദിച്ചു കഴിഞ്ഞാൽ, യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച A to Z ക്രിസ്ത്യ ജീവിതത്തിലെ എല്ലാ കാര്യവും കർത്താവ് പഠിപ്പിച്ചു കൊടുത്തു.
കൊടുത്തു. എന്നാൽ സ്വർഗാരോഹണം അവരെ വിട്ടുപിരിഞ്ഞ് സ്വർഗാരോഹണം ചെയ്യേണ്ട സമയമായപ്പോൾ യേശു അവരെ വിട്ടുപിരിയാൻ പോകുന്നെന്ന വാർത്ത കേട്ടപ്പോൾ ദുഃഖാർത്ഥരായ ശിഷ്യന്മാരെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവരെ ധൈര്യപ്പെടുത്തിക്കൊണ്ടാണ് ആ സമയത്താണ് കൂടുതലായി പരിശുദ്ധാത്മാവിനെ കുറിച്ച് കർത്താവ് ആ സമയത്ത് പഠിപ്പിച്ചു തുടങ്ങിയത്. യേശു പറയുക, എന്നെ പോലെ തന്നെ മറ്റൊരുത്തൻ, മറ്റൊരു കാര്യസ്ഥൻ അവനെ അയച്ചു തരും. അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം പ്രാപിക്കുവോളം, ശക്തി പ്രാപിക്കുവോളം യെരൂശലേം വിട്ടുപോകരുത്. 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഭാഗമാണ്. ഹല്ലേലൂയ. ആത്മനിറവില്ലാതെ ഈ കർത്താവിന്റെ ബൈബിൾ കോളേജിൽ നിന്ന് പഠിച്ച് 3.5 വർഷം കൂടെ നടന്ന് ശുശ്രൂഷകൾ ചെയ്ത് ദൈവത്തിന്റെ കർത്താവിന്റെ കൂടെ പല കാര്യങ്ങളും പങ്കാളികളായ അവരെ ഓർപ്പിച്ചൊരു കാര്യമുണ്ട്, ആത്മനിറവ് പ്രാപിക്കാതെ യെരൂശലേം വിടരുത്. ഇന്ന് രാത്രിയിലും ഈ മീറ്റിംഗിൽ കയറി ഒരു വചനം കേട്ട് ഒരു അത്ഭുതം മാറി, ഒരു അത്ഭുതം പ്രാപിച്ച്, ഒരു തലവേദന മാറി, അല്ലെങ്കിൽ ഒരു മക്കൾക്ക് വേണ്ടി ഒരു അത്ഭുതം പ്രാപിച്ച് ഒരു പ്രവചനം കേട്ട് മാത്രം ഇറങ്ങിപ്പോകരുത്. രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് ഏതെങ്കിലും സഭയുടെ ഭാഗമായി പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിക്കണം നിങ്ങൾ. ഹല്ലേലൂയ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാഹള ശബ്ദം കേൾക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ചവർ മാത്രമേ ഈ മണ്ണ് വിട്ട് ഉയർക്കുകയുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. അതെ, ഇന്ന ചർച്ചയിൽ പോയത് അത്ഭുതമൊക്കെ കിട്ടി, ഒത്തിരി പ്രവചനമൊക്കെ കേട്ടാന്ന് പറഞ്ഞു നിങ്ങളുടെ നിത്യത വീണ്ടെടുപ്പ് നടക്കില്ല. വീണ്ടെടുപ്പ് നടക്കണമെങ്കിൽ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് വിശുദ്ധരായി വിശുദ്ധ ജീവിതം നയിച്ച് പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ച് ആ നിറവിനെ നഷ്ടപ്പെടുത്താതെ അതിൽ ജീവിക്കുന്നവർ മാത്രമേ കാഹള ശബ്ദം കേൾക്കത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ അവസാനം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ദൂത് മറന്നു പോകരുത്. ഈ കാലഘട്ടത്തിൽ ഈ കൊറോണ സമയം മുതൽ ഈ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്റെ മനസ്സിൽ ദൈവാത്മാവ് ഒരു ചിന്തയാണ് പറയുന്നത്. കൊറോണ സമയം തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, ചില ആൾക്കാരോട് ഒരൊറ്റ ചർച്ചിലും പോവുകയല്ല, ഇതുപോലുള്ള സൂം മീറ്റിങ്ങിലൊക്കെ മാത്രമാണ് ഇടയ്ക്ക് തല കാണിക്കും. ഒരൊറ്റ സഭയിലും പോയി, ചിലർ പവർ വിഷന്റെ മുമ്പിൽ, ചില TV ചാനലിൽ മാത്രം ഇരിക്കും, ഒരൊറ്റ സഭയിലും പോയി ആരാധിക്കില്ല. കൊറോണ സമയത്ത് ഹല്ലേലൂയ അങ്ങനെ ഒരു സാഹചര്യത്തിൽ സൂം മീറ്റിങ്ങുകളൊക്കെ തുടങ്ങിയത് കാരണം അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യമായിരുന്നു. ഇപ്പോൾ അങ്ങനെ അല്ലല്ലോ, ചർച്ചിൽ പോകാൻ സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ സ്വാതന്ത്ര്യം ഉണ്ടായിട്ടും പോകാൻ മടിയായി വീട്ടിലിരുന്ന് വല്ലപ്പോഴും ഇതുപോലൊരു പ്രാർത്ഥനയ്ക്കൊക്കെ പങ്കെടുക്കുന്ന, എന്നാൽ ഒരു സഭയോട് ചേരാൻ മനസ്സില്ലാത്ത, ദൈവകൽപ്പനകൾ പൂർണ്ണമായി അനുസരിക്കാൻ മനസ്സില്ലാത്ത ഒരു കൂട്ടം ആൾക്കാർ ഇപ്പോൾ ക്രിസ്തീയ തലത്തിൽ തലമുക്കിയിട്ടുണ്ട്. ഞാൻ അങ്ങനെയുള്ള ആളുകളെ, ഞാനൊരു പ്രവാചകനായിട്ട് പലരും എന്നെ പ്രാർത്ഥിക്കാൻ വിളിക്കും. ആദ്യമേ ഞാൻ ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ ഏത് ചർച്ചിലാണ് പോകുന്നത് എന്ന് ചോദിച്ചിട്ട് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ നീ ഏതെങ്കിലും ഒരു സഭയ്ക്ക്, ഒരു ദൈവദാസന്മാർക്ക് ആദ്യം നീ കീഴ്പ്പെടണം, ദൈവവചനം അനുസരിക്കണം. അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രമാണ് വാഗ്ദത്തം. നോക്കിക്കേ, ഒരു 7 സഭയ്ക്ക് ദൂത് എഴുതുമ്പോൾ സഭയ്ക്ക് പുറത്തുള്ള ആരോടും ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞില്ല. 7 സഭയ്ക്കകത്തും ആ സഭകൾക്കുള്ള അഭിഷക്തമാക്കി കീഴ്പ്പെട്ട ആ സഭയ്ക്കകത്ത് പോകുന്നവരോട് മാത്രമാണ് പ്രവചനം പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ ഇത് ഞാൻ പറയുക, ഇത് ആധികാരികമായ ദൈവവചനത്തിന്റെ ദൂത. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. നോക്കിക്കേ, അത് മാത്രമല്ല, 7 സഭകൾക്ക് ദൂത് എഴുതുമ്പോൾ ഇങ്ങനെ ചത്തേ ചടഞ്ഞെന്ന ഒരു ആത്മീയ ജീവൻ നയിക്കുന്നവരോടുള്ള അവർക്കൊന്നും ഒരു വാഗ്ദത്വം പറഞ്ഞിട്ടില്ല. ജയിക്കുന്നവന് 7 സഭയിലും അവരായിരിക്കുന്ന സാഹചര്യങ്ങളും ആത്മാവിൽ നിറഞ്ഞ് വിശ്വാസത്തിൽ പോരാടി അതിനെ ജയിക്കുന്നവന് മാത്രമാണ് ദൈവത്തിന്റെ വാഗ്ദത്തം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ജയിക്കുന്നവർക്ക് ആ ദൈവത്തിന്റെ വാഗ്ദത്തം. ഇന്ന് രാത്രിയിൽ നിങ്ങൾ ജയിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഞാൻ എടുക്കുന്ന വിഷയം ഡുനാമിസ് എന്ന വാക്കാണ്. അടുത്ത ചില മിനിറ്റുകൾക്കുണ്ട്. യേശുവിന്റെ പ്രസംഗം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ദൈവരാജ്യത്തെ കുറിച്ച് കർത്താവ് പ്രസംഗിച്ചുകൊണ്ട് ആരംഭിച്ചു. യോഹന്നാൻ ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ട് ആരംഭിച്ചു. കർത്താവിന്റെ യോഹന്നാന്റെ പ്രസംഗ സമയങ്ങളിൽ ദൈവസാന്നിധ്യം വെളിപ്പെട്ടിരുന്നു. അതൊരു വെറും പ്രസംഗമല്ലായിരുന്നു, അതിനകത്തൊരു ആത്മസാന്നിധ്യം ഉണ്ടായിരുന്നു. ആ പ്രസംഗത്തിന്റെ അകത്തൊരു ദൈവസാന്നിധ്യം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അത്ഭുതങ്ങൾ അവിടെ വെളിപ്പെട്ടു. ദൈവത്തിന്റെ സ്തോത്രം. നോക്കിക്കേ, ഡുനാമിസ് എന്നൊരു പദം അപ്പോസ്തല പ്രവൃത്തി 1:8 യേശു ഉപയോഗിച്ചേക്കുന്നത്. നിങ്ങൾ കാത്തിരുന്ന് ശക്തി പ്രാപിക്കണം. മലയാളത്തിൽ വെറും ശക്തി എന്നൊരു പദമാണ്, പക്ഷെ ശരിയായ അർത്ഥത്തിൽ അത്ഭുത ശുശ്രൂഷകൾക്ക് വേണ്ടിയുള്ള ശക്തി, കണ്ണിന് കാണത്തക്കവണ്ണം വെളിപ്പെട്ട അത്ഭുതങ്ങളാൽ വെളിപ്പെട്ട് വരുന്ന ആത്മശക്തി, ഒരളവിലുള്ള ശക്തിയല്ല. പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചും ആത്മനിറവിനെ കുറിച്ചും പല പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പവർഫുൾ ആയ ഒരു പദമാണ് ഡുനാമിസ്. എഫേസ്യ ലേഖനം 1:18-19 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഈ പദം കാണാം. പുതിയ നിയമത്തിൽ പല സ്ഥലങ്ങളിൽ ഈ വാക്കുകളുണ്ട്. ദൈവത്തിന് അത് ഒരു അല്പം ശക്തിയല്ല, അളവറ്റ ശക്തി, അളക്കാനാകത്തില്ല. അൺലിമിറ്റഡ് പവർ ഓഫ് ഗോഡ്. പ്രവാചകനെ ആദ്യം മുട്ടോളം ഇറക്കി, നരിയാണോളം, പിന്നെ അരയോളമായി, അവസാനം നിങ്ങൾ നീന്തിയിട്ടല്ലാതെ അവിടെ അളക്കാൻ കഴിയുന്നില്ല. അൺലിമിറ്റഡ് പവർ. ഹല്ലേലൂയ.
ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ രക്ഷിക്കപ്പെട്ട ആളാണ്, അറിയപ്പെട്ടു, അല്പം വെളിപ്പാടും ദർശനവും ഒക്കെ ഉണ്ടായി, അങ്ങനെയൊക്കെ ഈ ഇരിപ്പുണ്ട്. പക്ഷെ അല്പം അല്ല, ആഴത്തിലേക്ക് വന്ന് ആത്മസാന്നിധ്യത്തിലേക്ക് ഇറങ്ങാൻ ദൈവം നിങ്ങളെ വിളിക്കുകയാണ്. ശിഷ്യന്മാർക്ക് വേണ്ടി കർത്താവ് കൂടി നടന്നപ്പോൾ പ്രാർത്ഥിച്ചിരുന്നു, പരിശുദ്ധാത്മാവിനെ കുറിച്ച് ബൈബിൾ ക്ലാസ് എടുത്തു, അവർക്ക് ആത്മനിറവ് കിട്ടാൻ പ്രാർത്ഥിച്ച സമയങ്ങൾ യേശു തന്നെ നേരിട്ട് ചെയ്ത ഭാഗങ്ങൾ യോഹന്നാൻ സുവിശേഷത്തിൽ എഴുതുന്നു. എന്നാൽ കർത്താവിന് എപ്പോഴും അറിയാം, അളക്കാനാകാത്ത ശക്തിയിലേക്ക് ഇവർ വന്നിട്ടില്ല, ഇവർ വരാനുണ്ട്. അതുകൊണ്ട് അവരോട് പറയുകയാണ്, നിങ്ങൾ കാത്തിരുന്ന് അളക്കാനാകാത്ത ഡുനാമിസ് പ്രാപിക്കുവോളം യെരൂശലേം വിട്ടുപോകരുത്. എന്താണ് ഈ ഡുനാമിസിന്റെ പ്രത്യേകത? നോക്കിക്കേ, എഫേസ്യ ലേഖനത്തിൽ അളക്കാനാകാത്ത ശക്തിയെക്കുറിച്ച് പൗലോസ് പറഞ്ഞിട്ട് അടുത്ത വാക്യത്തിലേക്ക് കയറുന്നത് യേശു ക്രിസ്തുവിനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചവന്റെ വ്യാപാര ശക്തി എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ കല്ലറയിൽ ഈ ഡുനാമിസ് വെളിപ്പെട്ടു എന്ന് എഴുതിയിരിക്കുക. എന്താണ് യേശുവിന്റെ കല്ലറയിൽ വെളിപ്പെടുന്നത്? യേശു ക്രിസ്തുവിന്റെ ഉയർപ്പ് സംഭവിക്കരുതെന്ന് പറഞ്ഞ അന്ധകാര ശക്തികൾ ചെയ്യാൻ പറ്റുന്ന ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ കല്ലറയ്ക്കൽ 3 തടസ്സങ്ങൾ അവർ ഒരുക്കി വെച്ചിരുന്നു. വലിയൊരു കല്ല്, ഒരു കാവൽക്കൂട്ടം, ഒരു മുദ്ര. ദൈവത്തിന് സ്തോത്രം. ഉയർപ്പിന് എതിരായിട്ട് വെച്ചിട്ട് തടസ്സങ്ങളാണ്. അതൊന്നും യേശുവിന്റെ ഉയർപ്പിനെ തടയത്തില്ല. കാരണം ഹല്ലേലൂയ, ആ കല്ല് നീക്കാതെയും ആ മുദ്ര മാറ്റാതെയും അവന്റെ ആത്മശരീരത്തിന് പുറത്തു വരാൻ കഴിയും. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന് സ്തോത്രം, അല്ല, ഉയർപ്പ് സംഭവിക്കുക തന്നെ ചെയ്തു. പൈശാചിക മണ്ഡലം കെട്ടിവെച്ച തടസ്സങ്ങളൊക്കെ അത് തടസ്സമല്ലായെങ്കിൽ കൂടിയും അതിനൊക്കെ തകർത്തു മാറ്റി ഉയർപ്പിൻ ശക്തി വന്നു. 4 സുവിശേഷങ്ങളിലും യേശുവിന്റെ ഉയർപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഒരു വലിയ ഭൂകമ്പം ഉണ്ടായി എന്നാ പറഞ്ഞ. ആ സ്ഥലം യേശുവിന്റെ കല്ലറക്കൽ മാത്രമല്ല, യെരൂശലേം അവിടെയുള്ള പല കല്ലറകളും പണ്ഡിതന്മാർ പറയുന്നത് ചില പ്രോവിൻസ്, ചില കോണ്ടിനെന്റ്സ് തന്നെ ഹല്ലേലൂയ ഹല്ലേലൂയ കുലുങ്ങി എന്നാ പറഞ്ഞത്. ലോകത്തിലെ ഏറ്റവും വലിയ ഭൂകമ്പം സംഭവിച്ചത് യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിൻ സംഭവത്താണെന്ന് വിശ്വസിക്കപ്പെടുന്നു. കാരണം അത് ലോകത്തെ നശിപ്പിച്ചില്ല, പകരം അന്ധകാരത്തിന്റെ പദ്ധതികളെ തകർത്തുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിനെ സംഭവിപ്പിച്ചു. കാരണം അളക്കാനാകാത്ത ശക്തിയാണ് കല്ലറയ്ക്കൽ വെളിപ്പെട്ടത്. ഇന്ന് രാത്രി വിശ്വസിക്ക്, യേശുവിന്റെ കല്ലറയ്ക്കലേക്ക് ചൂണ്ടി ആ ഉയർപ്പിൻ ശക്തിയെക്കുറിച്ച് പൗലോസ് പറയുമ്പോൾ പുതിയ നിയമ വിശ്വാസി ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. യേശുവിനെ ഉയർപ്പിച്ചത് ആരാ? അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അതേ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിലും ആരാധിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഉണ്ട്. നിങ്ങളുടെ ജീവിതത്തിനെതിരെ പിശാച് കെട്ടിവെച്ച സകല പൈശാചിക പോലും സെക്കൻഡ് കൊണ്ട് തകർത്തു മാറ്റാൻ ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന് കഴിയുമെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കണം. യേശു ക്രിസ്തുവിന്റെ ഉയർപ്പ് ഒരു പ്രവചനവും വാക്തത്വമായിരുന്നെങ്കിൽ അതിനെതിരെ പിശാച് ചെയ്തതൊക്കെ സെക്കൻഡ് കൊണ്ട് ആത്മസാന്നിധ്യം പൊളിച്ചു മാറ്റി അവന്റെ ഉയർപ്പ് സംഭവിപ്പിച്ചെങ്കിൽ, വാക്തത്വങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന പലരും എന്നെ കേൾക്കുന്നു, നിങ്ങളുടെ മേലുള്ള വാക്തത്വങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും. അതിനെതിരെ പിശാച് ചെയ്തതൊക്കെ സെക്കൻഡുകൾ കൊണ്ട് പൊളിച്ചു മാറ്റി ദൈവം അത് ചെയ്യുവാൻ ദൈവത്തിന് ശക്തിയുണ്ടെന്ന് ഇന്ന് രാത്രി നിങ്ങൾ വിശ്വസിക്കണം. സാത്താൻ ചെയ്തതൊക്കെ ദൈവം പൊളിച്ചില്ലേ? ആ അടച്ച കല്ലറയെ പിടിച്ചു കുലുക്കുന്ന ഒരു സാന്നിധ്യം ആണ് അന്ന് രാത്രി പ്രഭാതത്തിൽ വെളിപ്പെട്ടതെങ്കിൽ, ആ കല്ലിലെ സ്വർഗ്ഗത്തിൽ ദൂതൻ വന്നത് ഉരുട്ടി മാറ്റിയെങ്കിൽ, ആ മുദ്ര പൊട്ടിയെങ്കിൽ, ദൈവത്തിന് സ്തോത്രം, അവിടെ കൂടെ നിന്ന കാവൽക്കാർ ഭയപ്പെട്ട് ഓടി ഒളിച്ചെങ്കിൽ, ഇന്നും അവന്റെ കല്ലറ തുറന്നു കിടക്കുന്നു. അത് വിളിച്ചു പറഞ്ഞ അവന്റെ ഉയർപ്പിൻ ശക്തിയാണ്. ഇന്ന് രാത്രിയിൽ ഉയർപ്പിന്റെ ശക്തിയിൽ വിശ്വസിക്കുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. എഫേസ്യ സഭയ്ക്ക് അത്ഭുത ശുശ്രൂഷകൾ കൂടെ എഫേസ്യ സഭ സ്ഥാപിച്ച പൗലോസ് വർഷങ്ങൾക്ക് ശേഷം അവർക്ക് ലേഖനം എഴുതുമ്പോൾ പോരാട്ടങ്ങളും പ്രശ്നങ്ങൾ കൂടെയൊക്കെ അവർ കടന്നു പോകുമ്പോൾ അവർ ഉറപ്പിക്കാൻ വേണ്ടി അവർ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളുടെ അകത്ത് ചലിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ് ആരാണെന്ന് അറിയാമോ? യേശുവിനെ ഉയർപ്പിച്ച ശക്തി. ആ ശക്തി നിങ്ങൾ ചലിക്കാൻ, ആ ആത്മസാന്നിധ്യത്തിന് വിട്ടുകൊടുത്താൽ പിശാച് എഴുതിയതൊക്കെ തകർക്കപ്പെടും, നിങ്ങൾ പുറത്തു വരും. ഹല്ലേലൂയ. രാത്രി വിശ്വസിക്കുന്ന കരങ്ങൾ ഉയർത്തി രാമയും പറയാൻ കഴിയുമോ ദൈവജനത്തോട്? ദൈവത്തിന് സ്തോത്രം. ഉയർപ്പിൻ ശക്തി യേശുവിന്റെ ശുശ്രൂഷയിൽ ഈ ഡുനാമിസ് വെളിപ്പെട്ടിരുന്നു. ശക്തമായ മത്തായി സുവിശേഷം 13:53-58, 11:20-21 വാക്യങ്ങൾ യേശുവിന്റെ ശുശ്രൂഷയെ അപ്പോസ്തല പ്രവൃത്തി 2:22 പത്രോസ് പ്രസംഗിക്കുക, നസറേനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും, അവിടെ ഡുനാമിസ് എന്ന പദമാണ്, ദൈവം അഭിഷേകം ചെയ്തു. ഹല്ലേലൂയ. ആമേൻ. യേശു കർത്താവ് നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു, ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി. ഇന്ന് ഒത്തിരി വചനപ്രസംഗരുണ്ട്, നന്നായി പ്രസംഗിക്കും. പക്ഷേ വ്യക്തിപരമായിട്ട് അവരോട് ചോദ്യം ചോദിച്ചാൽ, നിങ്ങളുടെ ശുശ്രൂഷയിൽ എത്ര അത്ഭുതങ്ങൾ നടന്നു ചോദിച്ചാൽ പറയാനില്ല. എത്ര ആത്മാക്കളെ നേടി, ശക്തി വെളിപ്പെട്ടോ? പ്രസംഗിക്കാൻ എല്ലാവർക്കും പറ്റും. ദൈവത്തിൽ രാഷ്ട്രീയക്കാർ പോലും ബൈബിൾ പ്രസംഗിക്കുന്നവരുണ്ട്. പ്രൈസ് ഗോഡ്. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് അങ്ങനെ ഒത്തിരി പ്രസംഗങ്ങളുണ്ട്. ആത്മശക്തി അവരിന്ന് വെളിപ്പെടുന്നില്ല. മെസ്സേജുകളുണ്ട്, പക്ഷെ വചനത്തോടുകൂടെ ശക്തി.
യേശു പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ശിഷ്യൻ പഠിപ്പിച്ചൊരു ഭാഗമാണ്, തിരുവഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായകൊണ്ട് തെറ്റിപ്പോകുന്നു. ഹല്ലേലൂയ. ചില സഭകളിൽ ബൈബിൾ ക്ലാസ് ഉണ്ട്, നല്ല ബൈബിൾ ക്ലാസ്സുകളാണ്, പക്ഷേ ആത്മനിറവില്ല. ചില സഭകളിലാണെങ്കിൽ ഒത്തിരി അന്യഭാഷയും കൃപാവരവും ഉണ്ട്, അവർക്ക് അവിടെ അവന് ശരിയായ വചനപഠനമില്ല. ഇത് രണ്ടും ദൈവസഭയ്ക്ക് ആവശ്യമാണ്. ഇത് രണ്ടും ഒരു വിശ്വാസിക്ക് രണ്ട് ചിറകുകൾ പോലെയാണ്. ഇന്ന് രാത്രിയിലും ഇത് രണ്ടും നമുക്ക് ആവശ്യമാണ്. ആത്മനിറവ്. ഹല്ലേലൂയ. യേശുവിന്റെ ബൈബിൾ കോളേജിൽ ദൈവവചനം പഠിപ്പിച്ചിറക്കിയ ശിഷ്യന്മാരെ ആത്മാവിന്റെ ശക്തിയിലേക്ക് കർത്താവ് നയിച്ചു വിടുകയാണ്. അതിനുശേഷം നോക്കിക്കേ, ഏത് പട്ടണത്തിൽ യേശുവിനെ ക്രൂശിച്ചോ, ഏത് പട്ടണത്തിൽ ഹല്ലേലൂയ നീയും ആ കൂട്ടത്തിൽ ഉള്ളവനല്ലെന്ന് ചോദിക്കുന്ന ആളുകൾ, പത്രോസിനെ ഭയപ്പെടുത്തുന്ന ആളുകളൊക്കെ ഏത് പട്ടണത്തിലുണ്ടോ ആ പട്ടണത്തിൽ തന്നെ ആമേൻ നിങ്ങളെ ക്രൂശിച്ച ക്രിസ്തുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ശക്തിയോടെ പ്രസംഗിച്ചുകൊണ്ട് ദൈവശക്തിയിൽ ചലിക്കുന്ന പത്രോസിനെ നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ഉദുനാമിസ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഏത് സ്ഥലത്ത് പിശാച് ഒതുക്കാൻ നോക്കിയോ അതേ സ്ഥലത്ത് നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന് അതേ സ്ഥലത്ത് സാക്ഷിയാക്കുന്ന ശക്തിയാണ് ഡുനാമിസ്. നിങ്ങളുടെ സകല ഭയങ്ങളിൽ നിന്നും പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. ഞാനിപ്പോ ഇരിക്കുന്ന ദൈവത്തിന് സംസാരിക്കുന്ന ഈ വീട്ടിൽ നിന്ന് വയനാട് ജില്ലയിൽ ആമേൻ ഹല്ലേലൂയ ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടി ഒരു ദൈവീയ ദർശനത്താൽ അതൊരു സഭ ഞാൻ എൻ്റെ പിതാവിനോട് ചേർന്ന് ചില വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ കൂടെ അടയാളങ്ങളിൽ കൂടെ അനവധി ആളുകൾ കർത്താവിനെ അറിഞ്ഞു. വേറെ സഭയിൽ നിന്ന ആളുകളെല്ലാം സുവിശേഷം പറഞ്ഞ് ദൈവശക്തി വ്യക്തമായി വെളിപ്പെട്ട ഭൂതങ്ങൾ വിട്ടുമാറി വർഷങ്ങളായി മാറാത്ത രോഗങ്ങൾ മാറി, മാനസിക രോഗികൾ മെഡിക്കൽ കോളേജിൽ വരെ അല്ലെങ്കിൽ വർഷങ്ങളായി സൈക്കാട്രിസ്റ്റ് കാണിച്ച് സ്ഥിരമായും മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ഭ്രാന്തന്മാർ, മാനസിക രോഗികൾ ഒറ്റ പ്രാർത്ഥന ദൈവസാന്നിധ്യം ചലിക്കുമ്പോൾ സൗഖ്യമാകുകയും അവർ ഇന്ന് വിശ്വാസികളായി ഞങ്ങൾ സഭയിലുണ്ട്. അപ്പൊ വെറുതെ പ്രസംഗിക്കുമല്ല, ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് പ്രസംഗിക്കുകയാണ്. ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. അവസാന സമയത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിന് സാന്നിധ്യം നിന്നു പോയിട്ടില്ല. ചിലത് പറയാറുണ്ട് അപ്പച്ചന്മാരുടെ കാലത്ത് ആത്മനിറവ് ഉണ്ടായിരുന്നു, നിന്നുപോയെന്ന് പറയുന്നു. ഇന്നൊന്നും ഇല്ല, അങ്ങനൊന്നും അല്ല. ഇന്നും ഉണ്ട്. ഇന്ന് ഒരുക്കപ്പെട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ദൈവ ആത്മാവ് ഇന്നും ഉണ്ടെന്ന്. ആത്മാവ് ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. കാരണം അന്ത്യകാലത്തിന് സകല ജഡത്തിന് വരും എൻ്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ഹല്ലേലൂയ. അന്ത്യകാല ലക്ഷണങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇറാനും അമേരിക്കയും നമ്മൾ യുദ്ധം മാത്രമല്ല അതിൻ്റെ അകത്ത് വരുന്ന ലക്ഷണങ്ങൾ. ആമേൻ. നമ്മളെ ഭയപ്പെടുത്തുന്ന ഒത്തിരി സംഭവങ്ങൾ അന്ത്യകാല ലക്ഷണങ്ങൾക്കകത്തും ഉണ്ട്. പക്ഷേ ആമേൻ ഒരു വിശ്വാസി ഏറ്റവും ശക്തീകരിക്കുന്ന ആമേൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് കാര്യങ്ങൾ അന്ത്യകാല ലക്ഷണങ്ങളിൽ. ഒന്നാമത്തെ കാര്യം അത് ആമേൻ മറ്റു തലമുറകളൊന്നും വെളിപ്പെടാത്ത ഒരു ആത്മസാന്നിധ്യം ഈ അന്ത്യകാലത്ത് വെളിപ്പെടും. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും യോബിൽ പ്രവചിക്കുക എൻ്റെ ആത്മാവിന് പകരും. യെസ്, ഹല്ലേലൂയ. ഒരു വിശ്വാസി എന്തെല്ലാം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുമ്പോഴും അതിനെ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന് സാന്നിധ്യം ഉണ്ടെങ്കിൽ അവന് ഭയമില്ല, പേടിയില്ല. ദൈവത്തിന്റെ സ്തോത്രം. 21 സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ ഒരു താഴ്വര ആമേൻ ഹല്ലേലൂയ ആടിന് ഭയമില്ല. എന്താ കാരണം എന്ന് അറിയാമോ? നീ എന്നോട് കൂടി ഇരിക്കുന്നല്ലോ. ആ താഴ്വര 100 കൂട്ടം പ്രശ്നങ്ങളുണ്ട്, 100 കൂട്ടം പോരാട്ടങ്ങളുണ്ട്. ആമേൻ. ഇരുട്ടിന്റെ താഴ്വര എന്നാണ് അറിയപ്പെടുന്നത്. മുമ്പിൽ നടക്കുന്ന ആളെ കാണാൻ പോലും പറ്റത്തില്ല. പക്ഷെ ആ സമയത്തും ഇടയൻ കൂടെ നടക്കുക. എങ്ങനെ ഇടയൻ കൂടെ ഉണ്ടെന്ന് അറിയും? ഒരു ശബ്ദം കേൾക്കാം. ഇടയൻ ഇടയ്ക്ക് ആടിന് ശബ്ദം കേൾപ്പിക്കും. ഞാൻ കൂടെയുണ്ട് ആടിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഈ താഴ്വരയിൽ നിന്ന് അപ്പുറം കയറ്റി അടുത്ത പർവ്വതത്തിലേക്ക് അതിനെ കയറ്റിക്കൊണ്ടുപോകും. ദൈവത്തിന്റെ സ്തോത്രം. വിശ്വാസിയെ ഹല്ലേലൂയ നീ ഇപ്പൊ കടന്നു പോകുന്ന ഏതെല്ലാം പ്രയാസങ്ങളിലും ആമേൻ ആ ഇടയന്റെ ശബ്ദം നീ കേൾക്കുന്നുണ്ടോ? ആ സാന്നിധ്യം അറിയുന്നുണ്ടോ? നീ അതിൽ നിന്നെല്ലാം പുറത്തു വരും. അവൻ ജയിച്ച കർത്താവാണ്, മരണത്തെ ജയിച്ചവനാണ്. നാം നേരിടുന്ന സകല പ്രശ്നങ്ങളെയും ജയിച്ച അതിനെയൊക്കെ ഈ ഭൂമിയിൽ വന്ന് നമ്മളെപ്പോലെ ഒരു മനുഷ്യനായി ഇവിടെ ജീവിച്ച് അതേ പ്രശ്നങ്ങളെയെല്ലാം ഈ ഹല്ലേലൂയ തന്റെ മനുഷ്യാവതാരത്തെ നേരിട്ട് അതിനെയൊക്കെ ജയിച്ച ഒരു കർത്താവാണ് നമ്മുടെ കൂടെയുള്ളത്. ഹല്ലേലൂയ. ആമേൻ. നാം ആരാധിക്കുന്ന കർത്താവ് എത്ര ശക്തിയുള്ളവനാണ്. യേശുവിന്റെ ശുശ്രൂഷ ഡുനാമിസ് വെളിപ്പെട്ടു. കാരണം യേശുവിനെ തൊട്ടവർ പ്രാർത്ഥിക്കാതെ അവന്റെ വസ്ത്രം തൊട്ടവർ സൗഖ്യമായി. അവൻ വന്ന് കൈ തൊടാൻ വേണ്ടി ആഗ്രഹിച്ചവരുണ്ട്. കാരണം ശക്തി പുറപ്പെടുകയാൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്. ദൈവത്തിന് ശക്തി പുറപ്പെടുക, ഡുനാമിസ് വെളിപ്പെട്ടു. ഹല്ലേലൂയ. നോക്കിക്കേ, ഈ ഡുനാമിസ് വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ സകല അന്ധകാര ശക്തിക്ക് മുകളിലായി യേശുവിന്റെ നാമം ഉയർത്തപ്പെട്ടു. ഹല്ലേലൂയ. ദൈവശക്തിക്ക് മുകളിൽ നിൽക്കുന്ന വേറൊരു ശക്തിയില്ല. സകലത്തെയും കീഴ്പ്പെടുത്തുന്ന വ്യാപാര ശക്തിയാണ്.
ഹല്ലേലൂയ. ദൈവവചനം അറിയണം, ദൈവശക്തി അറിയണം. യേശുവിന്റെ ശുശ്രൂഷ ഡുനാമിസ് വെളിപ്പെടുക മാത്രമല്ല, അത്യന്ത ശക്തി അത് ശിഷ്യന്മാരിൽ വെളിപ്പെട്ടു. പത്രോസ് നടന്നു പോയപ്പോൾ നിഴൽ തട്ടി രോഗികൾ സൗഖ്യമായി. പൗലോസിന്റെ ശുശ്രൂഷയിൽ അത് വെളിപ്പെട്ടു. പറയാൻ എനിക്ക് സമയമില്ല, സമയക്കുറവുണ്ട്. നല്ല സ്പീഡിൽ സമയത്തിന് ബന്ധിതമായ കാര്യങ്ങൾ തീർക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. ഒരു വിശ്വാസിയിൽ ഈ ഡുനാമിസ് കയറി വരണം. ഒരു വിശ്വാസി ഈ ഡുനാമിസ് പ്രവർത്തി അളവറ്റ ശക്തിയിലേക്ക് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ അളവറ്റ വ്യാപാര ശക്തി. പരിശുദ്ധാത്മാവിനെ കുറിച്ച് കർത്താവ് പറയുന്ന പഠിപ്പിച്ച ശിഷ്യന്മാരെ പഠിപ്പിച്ച 3 അതിപ്രധാനമായ വാക്യങ്ങളിൽ കൂടി സംസാരിക്കാൻ ആഗ്രഹിക്കും. പരിശുദ്ധാത്മാവിനെ നിറവാക്കും. ഒന്ന്, ദാഹിക്കണം, അതിനുവേണ്ടി ആഗ്രഹിക്കണം. അല്ലല്ലോ, ചിലരങ്ങനെ ഇച്ചിരി 2 അന്യഭാഷ പറയാൻ തുടങ്ങുമ്പോഴത്തേനും പറയും ഞാൻ എന്തൊക്കെ ആയിന്നെന്ന് പറയും. പിന്നെ അവർക്ക് ദാഹമില്ല, പിന്നെ അവർ ഹല്ലേലൂയ. എന്നാൽ ഇതുപോലെ ഓരോ മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥനാ റൂമിൽ പോയി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവ് അടുത്ത മീറ്റിങ്ങിന് വേണ്ടി ഈ നിറവ് പോരാ തരണമേ എന്ന് പറഞ്ഞ് മണിക്കൂറുകൾ പ്രാർത്ഥിച്ചിട്ടാണ് ഓരോ മീറ്റിങ്ങിൽ കയറുന്നത്. ഇന്നും പകലും ഒരു 1-2 മണിക്കൂറോളം എന്റെ റൂമിൽ പ്രാർത്ഥിച്ച ശേഷമായി ഈ മീറ്റിങ്ങിന് വേണ്ടി കയറി വരുന്നത്. ദൈവ സാന്നിധ്യത്തിന് അകത്തുനിന്ന് കയറി വരുന്നത്. ഇന്ന് രാത്രിയിൽ വർഷങ്ങളായ ചില പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന, തടസ്സങ്ങൾ അനുഭവിക്കുന്ന ചില കുടുംബങ്ങൾ എന്നെ കേട്ടോണ്ടിരിക്കും. ഇന്ന് രാത്രിയിൽ ഈ മെസ്സേജിന്റെ അകത്ത് പ്രൊഫറ്റിക്കലി പ്രവചന ദൂതിലേക്ക് കയറാൻ പറ്റുന്നേ ഉള്ളൂ. എങ്കിലും ആരംഭത്തിലെ പറഞ്ഞു വിടുക ചില സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഒരു വിടുതലുണ്ട് കേട്ടോ. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി ചില ചെയ്യുന്ന രാത്രിയാണ്. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്, അത്ഭുതങ്ങളുടെ ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മ നിറവിലേക്ക് നമ്മളെ വിട്ടുകൊടുക്കണം, അതിലേക്ക് നാം വളർന്നു വരണം. അപ്പൊ 1, ദാഹിക്കണം. 2, വിശ്വസിക്കണം. ദാഹിക്കണം. യേശു പറഞ്ഞല്ലോ, എന്റെ സ്തോത്രം, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറഞ്ഞതുപോലെ ജീവജലത്തിൽ നദികൾ ഒഴുകും. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് അത്ര യേശു പറഞ്ഞത്. ആമേൻ. ദാഹിക്കുന്ന ആളെ അടുത്ത പോയി കുടിക്കണം. ആരുടെ അടുത്തുനിന്ന്? പരിശുദ്ധാത്മാവിനെ നൽകുന്ന ആരാ? പാസ്റ്റർമാരല്ല, ദൈവാസന്മാരൊക്കെ ദൈവം ഒരു ഉപകരണമായി വെച്ചേക്കുന്നേ ഉള്ളൂ. ശരിക്കും പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്ന ആരാ? യേശുവാണ്. ഹല്ലേലൂയ. ദാഹിക്കുന്നവർ എന്റെ അടുക്കൽ വരട്ടെ. ആമേൻ. ജീവിതം ധാരാളമായി കുടിക്കട്ടെ. യേശു പറയാ, യേശുവിന്റെ അടുക്ക് ഇന്ന് രാത്രി ആ കർത്താവ് മീറ്റിങ്ങിലുണ്ട്. ആരൊക്കെയാണോ പരിശുദ്ധാത്മ നിറവിന് വേണ്ടി ആഗ്രഹിക്കുന്നത് നിങ്ങൾ നിറയ്ക്കുവാൻ, ദൈവസാന്നിധ്യം ഒരിക്കലും ഉണ്ടായിരുന്നു നഷ്ടപ്പെടുത്തി കളഞ്ഞവരുണ്ടാകാം, ഒരിക്കൽ ആത്മസാന്നിധ്യം നിന്നവരുണ്ടായി. ആമേൻ. പിന്നീട് നഷ്ടപ്പെടുത്തിയവർ ഇന്ന് രാത്രിയിൽ മടങ്ങി വന്നാൽ നിറയ്ക്കുവാൻ കർത്താവിന്റെ സാന്നിധ്യം ഈ രാത്രി മീറ്റിങ്ങിലുണ്ട്. 1, ദാഹിക്കണം. 2, കുടിക്കണം. 3, ഈ 2 കാര്യം ചെയ്യുന്ന വ്യക്തിയിൽ നിന്നാണ് അടുത്ത് ദാഹിക്കുകയും കുടിക്കുകയും. അതൊരു വിശ്വാസി തുടർമാനമായി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഹല്ലേലൂയ. ആമേൻ. അത് എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യങ്ങളാണ്. ദൈവത്തിന് അടുത്ത 3ാമത്തെ കാര്യമാണ്, ആമേൻ, എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നാഥികൾ ഒഴുകും. ദാഹിക്കുകയും കുടിക്കുകയും ചെയ്യുന്നവന്റെ അകത്തു നിന്നാണ് നദിയുടെ ഒഴുക്ക്. എന്ന് പറഞ്ഞാൽ ആദ്യം നീ നിറയപ്പെടണം. ആദ്യം നിന്റെ അകത്ത് ഒരു കവിഞ്ഞൊഴുക്കുണ്ടാകണം. ദൈവ സാന്നിധ്യത്തിനകത്ത് നീ നിമഗ്നനാകണം. സാന്നിധ്യത്തിനകത്ത് നീ സാച്ചുറേറ്റ് ചെയ്യപ്പെടണം. അതിനുശേഷമാണ് ഒരു വിശ്വാസി എന്നുള്ള കവിഞ്ഞൊഴുകുന്ന ദൈവ സാന്നിധ്യമാവും മറ്റുള്ളവരിലേക്ക് അത് പോകുന്നത്. അത് അത്ഭുതങ്ങളായും അത് രോഗസൗഖ്യമായും, അതൊരു വചനം പറഞ്ഞാൽ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവിടെയൊക്കെയും അത് വെളിപ്പെടുന്നത് ആ കവിഞ്ഞൊഴുകുന്ന ആ സാന്നിധ്യമാണ്. ആദ്യം നമ്മൾ നിറയപ്പെട്ടിരിക്കുന്നുവോ നമ്മൾ ഉറപ്പാക്കണം. രാത്രി ഒരു കവിഞ്ഞൊഴുകുന്ന അനുഭവത്തിലേക്ക് പോകാനാണ് ദൈവം നമ്മളെ വിളിച്ചത്. പഴയ നിയമത്തിൽ യശയാ പ്രവാചകന് പറയുന്ന ഒരു ഉദാഹരണം, യഹോവയെ കാത്തിരിക്കുന്ന ഒരു ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വീഴും. അതൊരു ഉദാഹരണം പറയുക. കഴുകൻ ഒരു പ്രത്യേകതയുണ്ട്. ഒരു 40 വയസ്സോളം പ്രായമാകുമ്പോൾ, കുറച്ച് വർഷങ്ങൾ ജീവിച്ചിരിക്കുന്ന ആയുസ്സുള്ള ജീവിയാണ് കഴുകൻ. 40 വയസ്സോളം പ്രായമാകുമ്പോൾ ഈ കഴുകന് പഴയതുപോലെ പറക്കാൻ ഇച്ചിരി ക്ഷീണം വരുന്ന സമയമുണ്ട്. ചില തൂവലുകൾക്കൊക്കെ ക്ഷതം വരും, കൊക്കിനൊക്കെ ഇച്ചിരി ക്ഷതം വരും, നഖത്തിനൊക്കെ ക്ഷീണം വരും. കഴുകൻ അത് ആദ്യമേ ആ ക്ഷീണം മനസ്സിലാക്കും. ഹല്ലേലൂയ. മൊത്തം ക്ഷീണിച്ച ശേഷമല്ല മനസ്സിലാക്കുന്നത്. ആരംഭത്തിലേ ക്ഷീണം മനസ്സിലാക്കി എന്ത് ചെയ്യുന്നറിയോ? കഴുകൻ ഒരിക്കലും കാക്കയുടെയും പരുന്തിന്റെയും കൂടെ പറക്കുന്ന പക്ഷിയല്ല, അത് ഉയരത്തിൽ പറക്കുന്നു. അതിന്റെ കൂട് തന്നെ ഉയരത്തിലാണ്. ഉയരമുള്ള പർവ്വതങ്ങളിൽ, ഉയരമുള്ള മരങ്ങളിലെ കൊമ്പുകളിൽ, ഉയരമുള്ള വലിയ പാറക്കെട്ടുകളുടെ മേലിലെ കഴുകൻ കൂട് വെക്കത്തുള്ളൂ. ഹൈ ഓൾട്ടിറ്റ്യൂഡ് ജീവിക്കുന്ന ജീവിയാണ് കഴുകൻ. ഒരു വിശ്വാസിയെ ഈ ലോകക്കാരന്റെ കൂടെ അവരെ കൂടെ അവർ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാനോ അവരെ കൂടെ അങ്ങനെയല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. ആത്മാവിൽ നിറയപ്പെട്ട് നീ ഉയരത്തിൽ പറക്കാനാണ് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒരു വിശ്വാസി എപ്പോഴും ഓർത്തിരിക്കണം. ആമേൻ. കഴുകൻ അങ്ങനെ ക്ഷീണം വരുമ്പോൾ തന്റെ കൂട്ടിലേക്ക് മടങ്ങിപ്പോയി ചില ദിവസങ്ങൾ ക്ഷീണം വന്ന തൂവലുകളൊക്കെ കൊത്തിപ്പറിച്ച് കളഞ്ഞ ഒരു മാംസപിണ്ഡം പോലെ ചില ദിവസങ്ങൾ അവിടെ കാത്തിരിക്കും.
ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കാണിക്കുന്ന മണ്ടത്തരം അല്ലെന്നൊക്കെ ചോദിച്ചാൽ ഒന്നും അല്ല. ചില ദിവസങ്ങൾ കഴിയുമ്പോൾ കാണാൻ കഴിയും, മനോഹരമായ ചിത്രത്തയിലുള്ള ഒരു വസ്ത്രം പോലുള്ള രണ്ട് ചിറകുകളുമായി പുതിയൊരാളായി പുതിയ ശക്തി പ്രാപിച്ചുകൊണ്ട് ചില ദിവസങ്ങൾ കഴിയുമ്പോൾ തന്റെ കൂട്ടിൽ താൻ പുറത്തു വരും. ഹല്ലേലൂയ. എന്നിട്ട് താൻ ഉയരങ്ങളിലേക്ക് പറന്നുയരും. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കുമെന്നാണ് യെശയ്യാവ് പറയുന്നത്. ഈ കഴുകൻ കാത്തിരുന്ന പോലെ ദൈവസന്നിധിയിൽ പോയി കാത്തിരുന്നാൽ നിനക്ക് നഷ്ടപ്പെട്ട ആത്മസാന്നിധ്യം നിനക്ക് മടക്കിത്തരും. രണ്ടാമത്തെ കാര്യം, കഴുകന്റെ പ്രത്യേകത എന്നറിയോ? കഴുകൻ കാറ്റുകളെ പേടിക്കുന്നില്ല, പ്രശ്നങ്ങളെ ഭയപ്പെടുന്നില്ല. കാറ്റിന് മുകളിൽ കയറി പറക്കുന്ന ആളാണ് കഴുകൻ. എന്ന് പറഞ്ഞാൽ ഒരു കാറ്റ് വരുമ്പോൾ, ഹല്ലേലൂയ, ദൂരെ നിന്നേ അടിക്കാൻ പോകുന്ന ആ കാറ്റ് എത്ര ഉയരത്തിൽ വരുന്നു, അത്ര ശക്തിയുള്ളതാന്ന് സെൻസ് ചെയ്തിട്ട് അതിനേക്കാൾ ഉയർത്തി കയറി പറന്ന് വരാൻ പോകുന്ന കാറ്റിനെ ഉപയോഗിച്ച് റെസ്റ്റ് എടുത്ത് പറക്കുന്നവനാ കഴുകൻ. അതാണ് കഴുകന്റെ ശക്തി എന്ന് പറഞ്ഞാൽ. ഒരു പ്രശ്നങ്ങൾ വരുമ്പോഴും ആത്മാവിൽ നിറവ് ജീവിച്ചാൽ അതിനെ ജയിച്ച് അതിന് മുകളിൽ കയറി പറക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയും. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. സമയം മുമ്പോട്ട് പോകുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നോക്കിക്കേ, കഷ്ടങ്ങളിലും പ്രശ്നങ്ങളിലും ആള് അത്യന്ത ശക്തിയാണ്. പൗലോസിനോട് ദൈവം പറയുകയാണ്, പൗലോസിന്റെ ജീവിതത്തിൽ ഒരു കഷ്ടത ഉണ്ടായിരുന്നു. അനവധി കഷ്ടങ്ങൾ കൂടെ കടന്നുപോയ ആളാ പൗലോസ്. എന്നാൽ ആ കഷ്ടത ചില വേദപണ്ഡിതന്മാർ ശരീരരോഗമോ പല രീതിയിൽ പറയുന്നവരുണ്ട്. എന്തുമാകട്ടെ, ദൈവത്തിന് സ്തോത്രം. അവിടെ ഉപയോഗിച്ച് വെക്കുന്ന പദം എന്റെ കൃപ നിനക്ക് മതിയെന്ന് 3 പ്രാവശ്യം കർത്താവ് പറയുമ്പോൾ ആ പദം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവിടെ ഡുനാമിസ് എന്ന പദം ഉപയോഗിക്കുന്നത്. നമ്മൾ തോന്നും ഒരു അല്പം ദൈവസാന്നിധ്യം, അല്പം ഒരു കൃപ ദൈവം പൗലോസിന് കൊടുത്തു, അതിനൊക്കെ അങ്ങനൊന്നും അല്ല. ആ യേശുവിനെ ഉയർപ്പിച്ച ആ അളക്കാനാകാത്ത പവറാണ് പൗലോസിന് ദൈവം കൊടുത്തത്. എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, നിന്റെ അകത്ത് അളവറ്റ ശക്തി നീ ചലിക്കുന്നിടത്തോളം ഈ പ്രശ്നത്തെ നിനക്ക് അതിജീവിക്കാനും ഞാൻ നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ നിനക്ക് പൂർത്തീകരിക്കാനും കഴിയുമെന്നാണ് കർത്താവിടെ പറഞ്ഞത്. ഹല്ലേലൂയ. പ്രശ്നങ്ങളിൽ അല്പം ശക്തിയല്ല ഒരു വിശ്വാസിക്ക് ദൈവം കൊടുക്കുന്നത്, അളക്കാനാകാത്ത ശക്തിയാണ്, ഉയർപ്പിൻ ശക്തിയാണ്. ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധാത്മ നിറവിലേക്ക് നാം കടന്നു മടങ്ങി വരണം. യേശുവിന്റെ ശുശ്രൂഷയിൽ വെളിപ്പെട്ട അളവറ്റ ശക്തിയെക്കുറിച്ച് പറഞ്ഞൊരു ഭാഗമുണ്ട്. ഈ വർഷത്തെക്കുറിച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ പ്രാർത്ഥനാ റൂമിൽ കേട്ട ഒരു ദൈവത്തിന്റെ ഭാഗമുണ്ട്. അത് ഇങ്ങനെയാണ്: ഈ വർഷം മഹത്വത്തിന്റെ വർഷമാണ്. ദൈവത്തിന്റെ കൂടിയ അളവിലുള്ള ദൈവസാന്നിധ്യം ഈ വർഷം ദൈവം വെളിപ്പെടുത്തും. മഹത്വത്തിന്റെ വർഷം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഹല്ലേലൂയ, ബെഥേസ്ദ കുളക്കരയിൽ 38 വർഷമായി കിടക്കുന്ന ഒരുവനെ യേശു ഒറ്റ വാക്ക് പറഞ്ഞു. അവന് വിശ്വാസമൊന്നുമില്ല. യേശു അങ്ങോട്ട് ചെന്ന് അവന് സംസാരിക്കുമ്പോൾ ആ വ്യക്തിക്ക് വിശ്വാസവും പ്രാർത്ഥനയും ഒന്നുമില്ല. പക്ഷെ അങ്ങോട്ട് ചെന്ന് വിശ്വാസമില്ലാത്തവൻ ഒരൊറ്റ വാക്ക് പറയുമ്പോൾ അവൻ എഴുന്നേറ്റ് നടന്നു. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ആ സമയത്ത് അവിടെ ആ സംഭവം കണ്ട ആളുകൾ ഇങ്ങനെയാണ് സാക്ഷീകരിച്ചത്: ഞങ്ങൾ ദൈവത്തിന്റെ, ഗ്രീക്കിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം അങ്ങനെയാണ്, ഞങ്ങൾ ദൈവത്തിന്റെ മഹത്വം കണ്ടെന്ന്. അല്ലാതെ ഒരു രോഗസൗഖ്യം ഒരുതിന് എഴുന്നേറ്റ് നടന്നു കണ്ടെന്ന് മാത്രമല്ല ഇത് പറഞ്ഞു. ഞങ്ങൾ ശരിക്കും ഇത് ഉയർന്ന അളവിലുള്ള ദൈവസ്ഥാനത്ത് വെളിപ്പെട്ടാൽ മാത്രം സംഭവിക്കുന്ന ഒരു അത്ഭുതമാണ്. ഇവിടെ നമ്മൾ ഇപ്പോൾ കണ്ടത് ഒരു രോഗസൗഖ്യം മാത്രമല്ല, ഈ സ്ഥലത്ത് ദൈവത്തിന്റെ മഹത്വമാണ് നമ്മൾ കണ്ടതെന്നാണ് അവർ സാക്ഷീകരിച്ച് അവിടെ മഹത്വപ്പെടുത്തിയത്. ഈ വർഷം ഉയർന്ന അളവിലുള്ള ദൈവസ്ഥാനത്തിൽ വെളിപ്പെടും. ഇത് മഹത്വത്തിന്റെ വർഷമാണ്. ഹല്ലേലൂയ. എത്ര പേർ അതിനു വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്? അല്പസാന്നിധ്യത്തിൽ നിൽക്കാനല്ല, ഉയർന്ന അളവിലേക്ക് കയറി വരാനാണ് പ്രിയപ്പെട്ടവരെ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഉയർന്ന അളവിലേക്ക് നിങ്ങൾ കയറി വരണമെങ്കിൽ ഒന്ന്, നിങ്ങളുടെ വീടുകളിൽ എപ്പോഴും ആരാധന ഉണ്ടാകണം. നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുകയും മണിക്കൂറുകൾ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവരാകണം. ആരാധനയുടെ ഒരു അന്തരീക്ഷം, ഒരു ദൈവസാന്നിധ്യം എപ്പോഴും നിങ്ങളുടെ വീടുകളിൽ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങൾ നിലനിർത്തുന്നവരാകണം. ഹല്ലേലൂയ. ദൈവ മഹത്വം നമ്മളെ കൂടെ വെളിപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിന് മാത്രമേ ഒരു വിശ്വാസിയെ ഒരു ലെവൽ ദൈവസാന്നിധ്യത്തിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ. അത് ചർച്ചിലെ പാസ്റ്റർ അല്ല. ഈ മീറ്റിംഗിൽ പലരും കയറിയിരിപ്പുണ്ട്. ഹല്ലേലൂയ. പക്ഷേ ഓരോരുത്തരെ ഓരോ സ്ഥലങ്ങളിലേക്ക് ഉയർത്തുന്നത്, ഇന്ന് രാത്രി ഓരോരുത്തർക്കും ആവശ്യമുള്ളതൊക്കെ കൊടുക്കുന്നത് കർത്താവാണ്. ആമേൻ. അത് പരിശുദ്ധാത്മാവാ ചെയ്യുന്നത്. എഫേസ്യ ലേഖനത്തിൽ പൗലോസ് എഴുതിയ ഒരു വാക്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. നോക്കിക്കേ, എഫെസോസിലെ സഭ എത്ര ശക്തമായ സഭയാ. അവിടെ പൗലോസിൽ കൂടെ ഡുനാമിസ് വെളിപ്പെട്ടു. ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവർത്തികളെ ചെയ്യിക്കാൻ പൗലോസിന് പ്രാർത്ഥിച്ചു കൊടുത്തുവിട്ട തുവാല അത് കൊണ്ടുപോയിട്ടപ്പോൾ ഭൂതങ്ങൾ വിട്ടുമാറി എന്ന് പറഞ്ഞാൽ, തുവാല പ്രാർത്ഥിച്ചു കൊണ്ടുപോയി വിടേണ്ട സാഹചര്യം എന്ന് വെച്ചാൽ, ഒരേ സമയത്ത് പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാരെ ശുശ്രൂഷയ്ക്ക് വിളിക്കുകയാണ്. ആ സ്ഥലത്ത് ജനത്തിന്റെ ഓവർഫ്ലോ സംഭവിക്കുക.
സംഭവിക്കുകയാണ്. അളക്കാനാകാത്ത ദൈവസാന്നിധ്യം വെളിപ്പെടുമ്പോൾ ഇതൊക്കെ സംഭവിക്കും. ദൈവത്തിന് സ്തോത്രം. അല്ലെ, തൂവാല പൗലോസിന് ഒരേ സമയത്ത് പല സ്ഥലത്ത് എത്താൻ ആകാത്തത് കൊണ്ട് ആ തൂവാല പ്രാർത്ഥിച്ചു വിടേണ്ടി വരുന്നത്, അല്ലാതെ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ അമ്മ താൻ എന്തോ ആണെന്ന് കാണിക്കാൻ വേണ്ടിയല്ല. ഒരേ സമയത്ത് ശരീരത്തിൽ പല സ്ഥലത്തും ചെല്ലാനാകാത്ത സാഹചര്യം വന്നപ്പോൾ പ്രാർത്ഥിച്ചു തൂവാല കൊടുത്തു വിട്ടതാ. ആ തൂവാലയിൽ ജീവനില്ലാത്ത ഒരു തുണി കഷ്ണത്തിന്മേൽ പരിശുദ്ധാത്മാവിന് ഇരിക്കാൻ കഴിയുമെങ്കിൽ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട നമ്മുടെ ഓരോരുത്തരുടെ മേൽ പരിശുദ്ധാത്മാവിന് എത്രയധികം പ്രവർത്തിക്കാൻ ഇന്ന് രാത്രി കഴിയും. ഇന്ന് രാത്രി നാം വിശ്വസിക്കണം. ആ തൂവാല കൊണ്ടുവിട്ടപ്പോൾ ഭൂതങ്ങൾ വിട്ടുമാറി, രോഗികൾ സൗഖ്യമാണ്. അവിടെ എഴുതിയേക്കുന്ന പദം ഡുനാമിസ, ഒരു അളക്കാനാകാത്ത ശക്തി വെളിപ്പെട്ടു. എഫെസോസിലെ സഭ തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയാമോ? ആ സഭയിലേക്ക് പൗലോസ് ചെന്ന് ചിലരെ കണ്ടുപിടിച്ച് അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ചർച്ചിന് ഹോളുണ്ടോ, നിങ്ങളുടെ സംഘടന ഏതാ, നിങ്ങളുടെ സ്പോൺസർ ഏതാ? അതൊന്നുമല്ല പൗലോസ് ചോദിച്ചേ. നിങ്ങൾ രക്ഷിക്കപ്പെട്ടതെന്ന അവർ രക്ഷയെക്കുറിച്ച് ചോദിച്ചു. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. ആമേൻ ഹല്ലേലൂയ. അതാണ് ചോദിക്കുന്നത്. ആമേൻ. ഒരു വിശ്വാസിയെ നിനക്ക് പൈസയുണ്ടോ, കാറുണ്ടോ, വീടുണ്ടോ, ഇതൊന്നുമല്ല വിഷയം. ഹല്ലേലൂയ. നിന്റെ ഭൗതികമായ ഒന്നുമല്ല. ഒറ്റ ചോദ്യം, ദൈവത്തിന്റെ രാത്രി നീ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചെങ്കിൽ ആ ആത്മനിർഭരന്റെ ഏത് ലെവലിൽ നിൽക്കുന്നു, നീ കൂടിയ അളവിലേക്ക് ഇന്ന് രാത്രി കയറി വരണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ 12 ശിഷ്യന്മാർക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുകയും, ഹല്ലേലൂയ, അപ്പോസ്തലന്മാരെ കൈവച്ച് പ്രാർത്ഥിച്ചാൽ ആളുകൾ അഭിഷേകം പ്രാപിക്കും. എന്റെ ശുശ്രൂഷയിൽ കണ്ടിട്ട് പോകുന്ന അനവധി സഭകൾ കൂട്ടമായ ആളുകൾ പരിശുദ്ധാത്മാവിനെ നിറയപ്പെടുകയും പ്രവചിക്കുകയും ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ആ ശുശ്രൂഷ ഇന്നും ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. നോക്കിക്കുക, അങ്ങനെ ആത്മനിറവിൽ ആ സഭ തുടങ്ങി. എന്നാൽ അവിടെ ഒന്നും ആരംഭ വാക്യങ്ങളൊന്നും ഡുനാമിസ് വെളിപ്പെട്ടില്ല കേട്ടോ. സ്തോത്രം. ആ ആരംഭ സമയത്ത് എഫെസോസിലെ സഭയ്ക്ക് ഒത്തിരി ചലഞ്ചുകൾ ഉണ്ടായിരുന്നു. ആരാധനയ്ക്ക് സ്ഥലമില്ല. പട്ടണത്തിൽ നിന്നുള്ള പല ബിസിനസ്സുകാരനൊക്കെയുള്ള പ്രശ്നങ്ങളെയൊക്കെ പരിശുദ്ധാത്മാവ് കാണിക്കുന്നുണ്ട് അവിടെ. അതിനൊക്കെ അതിജീവിക്കാൻ പിന്നീട് ദൈവം കൃപ കൊടുക്കുന്നുണ്ട്. ആരാധന സ്ഥലമില്ല, പല പല കാര്യങ്ങൾ, ആളുകളുടെ എണ്ണക്കുറവ്, ദൈവത്തിന്. പക്ഷെ അവിടെയൊക്കെ വിശ്വാസത്താൽ ദൈവസഭ ഒരുമിച്ച് പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോയി. പിന്നീട് എന്താണ് സംഭവിച്ചത്? ആ സഭയ്ക്ക് വളർച്ച തുടങ്ങി. ഹല്ലേലൂയ. ആരാധനയ്ക്ക് സ്ഥലം തുറക്കപ്പെട്ടു. കൊരിന്ത്യർ ലേഖനത്തിൽ എഴുതുകയാണ്, ഏതൊക്കെ പ്രശ്നം പിശാചിട്ടോ അതൊക്കെ ദൈവാത്മാ പൂർണ്ണമായി തകർത്തു മാറ്റി വലിയത് സഫലവുമായ ഒരു വാതിൽ കർത്താവ് എനിക്ക് തുറന്നിരിക്കുന്നു. എവിടെ? എഫെസോസിലെ ഉണർവിൽ വെച്ചാണ് പൗലോസ് കൊരിന്ത്യർ ലേഖനം എഴുതുന്നത്. പ്രൈസ് ഗോഡ്. വലിയൊരു വാതിൽ. ചില വർഷങ്ങൾ അവിടെ നടന്ന് പ്രാർത്ഥിച്ചപ്പോൾ, ഒരുമിച്ച് സഭ ആരാധിച്ചപ്പോൾ ആ ദേശത്തിലെ പട്ടണ ശക്തികളെ ദൈവാത്മാ വന്ന് രാത്രി തകർത്തു മാറ്റി പൗലോസിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വലിയ വാതിൽ ദൈവം തുറന്നു കൊടുത്തു. ഹല്ലേലൂയ. ആ സഭ തുടങ്ങിയപ്പോഴുള്ള ആത്മസാന്നിധ്യത്തിന് തുടങ്ങിയെങ്കിലും അന്ന് വരെ വെളിപ്പെട്ടില്ലാത്ത ദൈവശക്തിയുടെ വ്യാപാരം അടുത്തൊരു ലെവൽ ആ സഭയിൽ ഓപ്പണായി. ഹല്ലേലൂയ. ദൈവം ഇന്ന് രാത്രിയിലും കർത്താവ് ചിലത് ചെയ്യുന്ന രാത്രി. ഇനി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. കർത്താവിന്റെ ആത്മാവിന്റെ രാത്രി ശക്തിയോടെ ചിലത് ചെയ്യുന്ന രാത്രിയാണ്. റബാലബ ശബ്ദനാഥല. വിശ്വാസ ജീവിതത്തിൽ വന്നിട്ട് പ്രശ്നങ്ങൾ നേരിട്ട് പതറിപ്പോയ വിശ്വാസികളെ കണ്ടിട്ടുണ്ട്. പ്രവചനം കേട്ടു പാസ്റ്റർ, ഞാൻ ഒത്തിരി പ്രവചനം കേട്ടതാ, പക്ഷെ പ്രവചന നിവൃത്തികളൊന്നും കാണുന്നില്ല. ഞാൻ ഒത്തിരി പോരാട്ടങ്ങൾ അനുഭവിക്കുന്നവരാ. അങ്ങനെയുള്ളവർ കൊണ്ട് ഒരു വാക്ക് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. ആമേൻ. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിൽ കാണാൻ കഴിയും. ഹല്ലേലൂയ. ദർശനം മക്കെദോന്യക്കാരനായ പുരുഷൻ വിളിക്കുന്നു. ഒരു ദർശനം ഉണ്ടായി ഫിലിപ്പിയിലെ സഭ സ്ഥാപിക്കാൻ വേണ്ടി പൗലോസ് ചെല്ലുകയാണ്. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ഫിലിപ്പിയിൽ അപ്രതീക്ഷിതമായി ചില ആത്മാക്കളൊക്കെ രക്ഷിക്കപ്പെട്ടു. ചില സഹോദരിമാരാ രക്ഷിക്കപ്പെട്ട. ദർശനത്തെ കണ്ട പലരും രക്ഷിക്കപ്പെട്ടിട്ടൊന്നുമില്ല. ചില സഹോദരിമാരെ ആരംഭത്തിൽ രക്ഷിക്കപ്പെട്ട, ദർശനത്തിന്റെ പൂർത്തീകരണമൊന്നും ലഭിച്ചില്ല. അപ്രതീക്ഷിതമായി ഒരു തടവറയെ പൗലോസിനെ ജയിക്കേണ്ടി വരികയാണ്. രാത്രിയിൽ പരിശുദ്ധാത്മാവ് പകലുണ്ടായ ഉപദ്രവങ്ങളും നിന്ദകളും വേദനകൾക്കൊക്കെ നടുവിലും ആ രാത്രി പ്രവാചകന്മാരായ പൗലോസും ശീലാസും പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട് ഈ രാത്രി ദൈവം എന്താ ചെയ്യാൻ പോകുന്നത്, ഈ സാഹചര്യത്തിൽ ദൈവം എന്താ ചെയ്യാൻ പോകുന്നത്. പ്രവാചകൻ അങ്ങനെയാ കേട്ടോ. ഏത് സാഹചര്യമാണെങ്കിലും ആത്മാവ് ശബ്ദം കേൾക്കുന്നവൻ, അടുത്ത ദൈവം ചെയ്യാൻ പോകുന്നത് കേൾക്കുന്നവനാ പ്രവാചകൻ. അല്ലെങ്കിൽ അത് പ്രശ്നം കണ്ടിട്ട് ഓടുന്നവനല്ല പ്രവാചകൻ. യഥാർത്ഥ പ്രവാചക ശബ്ദത്തിന്റെ പ്രത്യേകത ഏത് പ്രശ്നങ്ങളെയും അതിജീവിക്കുന്നതാണ്. ഹല്ലേലൂയ. ആ സമയത്ത് ആത്മാവ് ശബ്ദം കേട്ട പൗലോസും ശീലാസും വന്ന അർദ്ധരാത്രി വരെ ആത്മനിയോഗത്തിൽ ആരാധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അർദ്ധരാത്രിയിൽ ദൈവം പറഞ്ഞു, ഇന്ന് അർദ്ധരാത്രി ആകുമ്പോൾ ഞാൻ തടവറ കുലുക്കും, നിനക്കെതിരെ ദർശനം പൂർത്തീകരിക്കപ്പെടുന്നതിനെതിരെയുള്ള പോരുകളെ ഞാൻ അഴിക്കും, വാതിലുകൾ തുറക്കും, ഈ പട്ടണത്തിൽ ഞാൻ ദൂത് നിവർത്തിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. ചില മണിക്കൂറുകൾ അവർ പ്രാർത്ഥിച്ചു.
പ്രാർത്ഥന തുടങ്ങിയപ്പോഴേ തടവറയൊന്നും കുലുങ്ങിയില്ല. ചില 5-6 മണിക്കൂർ ആരാധന പോയി, അർദ്ധരാത്രി പോലെ നീണ്ടുപോയി. ചില സമയങ്ങളിൽ ആത്മനിയോഗങ്ങളിൽ പ്രാർത്ഥന തുടരണം കേട്ടോ. അതാ പരിശുദ്ധമാവ് പറയുന്നവരെ പ്രാർത്ഥിക്കണം. കാരണം തടവറ കുലുക്കാൻ നമുക്ക് കഴിയില്ല. ദൈവം ഇറങ്ങി വരുമ്പോഴത് സംഭവിക്കുന്നത്. അവന്റെ സാന്നിധ്യം ചലിക്കുന്നവരെ നീ പ്രാർത്ഥനാ റൂമിൽ വെയിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അർദ്ധരാത്രിയായപ്പോൾ നിനക്കെതിരെ ഏതൊക്കെ പോരുകളുണ്ടെങ്കിലും ദൈവം നിന്നെ ഏൽപ്പിച്ച ചില താക്കോലുകളുണ്ട്. ആ താക്കോൽ പ്രാർത്ഥനയാണ്, അത് ആരാധനയാണ്. അത് ഉപയോഗിച്ചാൽ നിന്റെ മുമ്പിൽ ശത്രു അടച്ചതൊക്കെ തുറക്കപ്പെടും. റബാലബ ശബ്ദര പ്രഭാസ് അന്ന് രാത്രിയിൽ അവർ ആത്മാവിൽ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പാടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ, റബാല ഹബ്ദല സിയാന്തൽ പ്രഭാജല തടവറയ്ക്കകത്തൊരു ദൈവസാന്നിധ്യം ചലിക്കാൻ തുടങ്ങി. പൈശാചിക പോരുകൾ തകർക്കപ്പെടാൻ തുടങ്ങി. അടഞ്ഞ സകലവാതിലും തുറക്കപ്പെട്ടു. അല്ല, ഇന്ന് രാത്രിയിൽ ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില കുടുംബങ്ങളുടെ മേൽ വർഷങ്ങളെ കിടക്കുന്ന സാത്വമായ പോരാട്ടങ്ങൾ ഞാൻ കാണുക. ചില കുടുംബങ്ങളെ പ്രശ്നങ്ങളുടെ തടവറയിൽ പിശാചിട്ടിരിക്കും ഞാൻ കാണുന്നു. ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവസാന്നിധ്യം ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നോട് ചേർന്ന് പ്രാർത്ഥനാ മൊമെന്റുകളായി ഇപ്പോൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്. ഇപ്പോൾ ചില കുടുംബങ്ങളെ കെട്ട് അഴിയുന്ന രാത്രിയ വാക്തത്വം ഉണ്ട്. സാഹചര്യം എതിരെ മാസ്റ്റർ, ആ സാഹചര്യം മാറാൻ പോവാ. ആ എതിരായ സാഹചര്യങ്ങൾ ദൈവം അനുകൂലമാക്കാൻ പോവാ. ഈ രാത്രിയിൽ ദൈവം നിന്നോട് പറഞ്ഞ പ്രവചനങ്ങൾക്കെതിരെ സാത്താന്യ മണ്ഡലം വിട്ടിരിക്കുന്ന ചില അടിസ്ഥാനങ്ങളെ അതിന് അടിത്തറയോടെ ദൈവം പറഞ്ഞ പ്രവചനങ്ങൾക്കെതിരെയുള്ള പോരുകളെ ദൈവാത്മാവ് ഇപ്പോൾ തകർത്തു കളയുക. ഡുനാമിസി ഹസ്ത കലാനദ ദൈവാത്മാവ് ഒരു പുതിയ അടിസ്ഥാനം. ദൈവം നിന്നോട് പറഞ്ഞ പ്രവചനത്തിന് ഒരു പുതിയ അടിസ്ഥാനം ഇടുകയെ ഇപ്പോൾ സൈറ്റിമിനെ വിശ്വസിക്കുന്നവരാമേൻ പറഞ്ഞാട്ട്. ഇതിപ്പോൾ അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. ചില ശരീരങ്ങൾ സൗഖ്യം ഉണ്ടാകുന്നു, കൈ കാലുകൾക്ക് സൗഖ്യം ഉണ്ടാകുന്നു, ശരീരത്തിന് പ്രത്യേകമായ വേദനകൾ, ക്ഷീണങ്ങൾ. ഇന്ന് രാത്രി ചിലർ ഇപ്പോൾ എന്നെ കേട്ടോണ്ടിരിക്കുന്നു. ഈ രാത്രി സൗഖ്യം ഉണ്ടാകുന്നു. ഹല്ലേലൂയ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞങ്ങൾ ചർച്ചിൽ ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ ഒരു മീറ്റിംഗ് ഞാൻ വിളിച്ചു പറഞ്ഞു, ദൈവാത്മാവ് ഒരാളുടെ മുഴ മാറ്റുന്നു. എനിക്കറിയത്തില്ല ആർക്കാ മുഴയുള്ളത് പോലും. പക്ഷേ ഒരു സഹോദരി ശക്തമായി ആരാധിക്കുന്നുണ്ട്. ആരാധന കഴിഞ്ഞ് ഭയങ്കര കൂടിയ അളവിലുള്ള ദൈവസ്ഥാനത്തെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആമേൻ. പിന്നീട് സാക്ഷ്യപ്പെടുത്തി എനിക്ക് മുഴയുണ്ടായിരുന്നു, പിന്നീട് ഞാൻ പരിശോധിച്ചപ്പോൾ കണ്ടില്ല എന്ന് പറഞ്ഞു. ആമേൻ. ഒറ്റ ആരാധന. ദൂത് കേട്ട് ആരും കൈവച്ച് പ്രാർത്ഥിച്ചു പോലുമില്ല. ദൂത് പറഞ്ഞേ ഉള്ളൂ. ആ ദൂത് എന്നോട് അന്ന് വിശ്വസിച്ച് ആ സമയത്ത് ദൈവത്തെ ആരാധിച്ചു. ആ സമയത്ത് കർത്താവ് അത് ചെയ്തു. ഇന്ന് രാത്രി ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരും നിങ്ങളുടെ അടുത്ത് വരണ്ട. കർത്താവിന്റെ സാന്നിധ്യം ഈ മീറ്റിംഗിലുണ്ട്. ഇന്ന് രാത്രി ചിലർ സൗഖ്യമാകുന്ന രാത്രിയ. പരിശുദ്ധാത്മാവ് ചിലരുടെ കെട്ടഴിക്കുന്ന രാത്രിയ. ബെനഡിക്റ്റ് മാത്യുവിനോട് പരിശുദ്ധാത്മാവ് ദൂത് പറയും. ദീർഘകാലങ്ങളായ കുടുംബത്തിന് മേൽ പിശാച് അടച്ച ഒരു വാതിൽ കർത്താവ് ഇന്ന് രാത്രി തുറക്കുകയാണ്. അസ്തല പ്രഭാജല ശബ്ദൽ കമാന ഖത്തുനി അന്തല. ഹല്ലേലൂയ. കുടുംബത്തിന്റെ ഒരു കെട്ട് ദൈവാത്മാവ് അഴിച്ചുവിടുന്നു. കുടുംബത്തിന്റെ അകത്ത് ഒരു വ്യക്തിയെ ദൈവാത്മാവ് പുറത്തെടുക്കുന്നു. ആ വ്യക്തിയുടെ മുമ്പിൽ ശത്രു അടച്ച ചില കാര്യങ്ങൾ കർത്താവ് തുറക്കുന്നു. യെസ്. ഹല്ലേലൂയ. 3 വർഷത്തോളം എഫെസോസ് പട്ടണത്തിൽ തുടർമാനമായി ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ പട്ടണത്തിലെ ഭൂതങ്ങളെ, ദേശത്തിന്റെ പോരുകളെ കർത്താവിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് ഡുനാമശക്തിയെ തകർത്തു മാറ്റി പൗലോസിന്റെ മുമ്പിൽ ശുശ്രൂഷയുടെ ഒരു വാതിൽ തുറന്നു പോലെ ഇന്ന് രാത്രി പല കുടുംബങ്ങളുടെ മേൽ വാതിലുകൾ തുറക്കുന്ന രാത്രിയാണ്. കർത്താവ് നിനക്ക് വേണ്ടി തുറന്നു തന്നിരിക്കുക. പൗലോസേ, ചിലരോട് ദൂത് പറയുന്നു. പ്രവചന ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ ഭാരപ്പെടുന്ന പലരും കേൾക്കുന്നു. അവർക്ക് വേണ്ടി വഴികൾ തുറക്കപ്പെടും. ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ അത്ഭുതങ്ങളുണ്ട്. ശുശ്രൂഷ മേഖലകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരൊക്കെ എന്നെ കേൾക്കുന്നു. നിങ്ങളുടെ മുമ്പിൽ ശത്രു ഇട്ട ചില പോരാട്ടങ്ങൾ, ചില ഫിലിപ്പിൽ പൗലോസ് അഭിമുഖീകരിച്ച പോലെ പ്രയാസങ്ങൾ, സാഹചര്യങ്ങൾ എതിരാണ്. പ്രവചനം ഒരു വശത്തുണ്ട്. ദർശനം പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. യെസ്, അത് പൂർത്തീകരിക്കാൻ പോവാ. ദൈവം അത് പൂർത്തീകരിക്കും. ദൈവം അത് പൂർത്തീകരിക്കും. ദൂത് പറഞ്ഞാൽ വിശ്വസ്തൻ. ആ സാഹചര്യം ദൈവം അഴിച്ചു മാറ്റി തിരക്ക് വേണ്ടി ചില ചെയ്യാൻ പോകുന്ന രാത്രി എന്ന ആത്മാവിന്റെ രാത്രി ദൂത് പറയുന്നു. അതാൽ ഖമാന ബഷസിയ. ഞാൻ പ്രവചിക്കാൻ തുടങ്ങുമ്പോൾ ഒത്തിരി സമയം പ്രവചിക്കുന്ന ആൾ, അതുകൊണ്ട് ചിലപ്പോൾ ഒരാളോട് 1-2 സെക്കൻഡൊക്കെ മിനിറ്റ് പറയാൻ സമയം കിട്ടുകയുള്ളൂ. കാരണം പിന്നീട് എൻ്റെ ഫോൺ നമ്പർ മേടിച്ച് നിങ്ങൾ വിളിച്ചാൽ വ്യക്തിപരമായി കൂടുതൽ ദൂത് പറയാം. സമയത്തിനകത്ത് മീറ്റിംഗ് നിർത്തേണ്ടത് ആവശ്യമാണ്. അതിനർത്ഥം എല്ലാവരോടും പ്രവചിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, സമയം നമ്മൾ പാലിക്കണമല്ലോ. അതുകൊണ്ട് പാസ് എന്നോട് ദൂത് പറഞ്ഞിരുന്നു പറഞ്ഞ് പിന്നീട് പരിഭവം ഒന്നും ഉണ്ടാകരുത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി നിന്നോട് ദൈവം തന്റെ വചനത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ബിജോയ് എന്ന് പറഞ്ഞ ഡിവൈസിലിരിക്കുന്ന പ്രിയപ്പെട്ടോട് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു.
ചില നാളുകൾ കഴിയുമ്പോൾ ഒരു അത്ഭുത വഴി നിങ്ങളുടെ മുമ്പിൽ കർത്താവ് തുറക്കും. ഇത് പറയുമ്പോൾ ഒരു ദൈവസാധ്യത ശക്തമായ എൻ്റെ ശരീരത്തിൽ ഞാൻ അനുഭവിക്കുന്നു. ഇപ്പോൾ ഇത് പറയുമ്പോൾ ദൈവം ഇത് ചെയ്തു തുടങ്ങുകയാണ്. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് വേണ്ടി ഒരാൾ ഗൾഫിൽ പോയി നിൽക്കും. ദൈവത്തിന്റെ ആത്മാവ് ഗൾഫിലേക്ക് നിങ്ങളുടെ കുടുംബത്തിൽ ഒരാളെ അയക്കാൻ പോകുന്ന ദൈവത്തിന്റെ പദ്ധതിയായിരിക്കും. ഇങ്ങനെ ഇരിക്കാനല്ല ദൈവം വിളിച്ചത്, ഉണർന്നുകൊള്ളാൻ ദൈവാത്മാവുള്ളത്. ശക്തിയെ പുതുക്കണം. ഈ നിറവ് പോരാ. ഇടയ്ക്ക് പ്രയാസങ്ങൾ വന്ന് പതറിപ്പോയ മേഖലകളുണ്ട്. ശക്തിപ്പെടണമെന്ന് രാത്രി ആത്മാവ് ദൂത് പറയുന്നു. അടുത്ത 2.5 മാസത്തിനകത്ത് 2 പ്രവചനങ്ങൾ കർത്താവ് പൂർത്തീകരിക്കാൻ പോകുന്ന ആത്മാവ് ദൂത്, അതിന്റെ സമയമായെന്ന് ആത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. ബീന അജയോട് പരിശുദ്ധമാവ് ദൂത് പറയുന്നു. കർത്താവ് നീ കണ്ടിട്ടില്ലാത്ത വഴികൾ നിനക്ക് വേണ്ടി തുറക്കുന്ന ദിവസങ്ങളിലൊന്ന് ആത്മാവ് ദൂത് പറയുന്നു. നീ പ്രാർത്ഥനാ മുറിയിൽ ചില വിഷയങ്ങൾക്ക് വേണ്ടി കരയുന്ന ഒരാളാണ്. ദൈവത്തോട് ഈ ദിവസം ദൈവത്തോട് ചില ചോദിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് പറഞ്ഞു, നിന്റെ വിഷയങ്ങൾ ഞാൻ ഉയർപ്പയക്കും. കല്ലറയ്ക്കൽ കരയുന്ന മാർത്തയും മറിയയും കണ്ടിട്ട് ഇപ്പോഴും നിനക്ക് ചിലത് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വാസ വാക്ക് പറഞ്ഞ മാർത്തയുടെ വാക്കിന് മുമ്പിൽ കല്ലറയ്ക്കലേക്ക് നടന്നു നീങ്ങി അവനെ വെച്ചത് എവിടെ ചോദിച്ചാൽ കല്ല് മാറ്റാൻ കൽപ്പിച്ച് അന്തരപ്രവാസിയ ലാസറെ പുറത്തു വരിക എന്ന് കൽപ്പിച്ച് ഉയർപ്പിൻ ശക്തിയിൽ ആ വാക്തത്വത്തെ ഉയർപ്പിച്ച് പൂർത്തീകരിച്ച ദൈവം. ഇന്ന് രാത്രി കർത്താവ് നിന്റെ കുടുംബത്തിൽ ചില പ്രവചനങ്ങൾ സംഭവിക്കാൻ കിടക്കുന്നു. കർത്താവ് ചില ഉയർപ്പുകൾ അയക്കാൻ പോവുകയാണ്. പരിശുദ്ധമാവിത ഈ രാത്രി പുതിയ ശുശ്രൂഷ ചിലർക്ക് വേണ്ടി ഹംദലസി ചില അത്ഭുതങ്ങൾ ചെയ്യുന്ന രാത്രിയ ചില പോരുകളെ അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുക. പ്രാഘോഷിയ രോഗികൾ ഇപ്പോൾ നിങ്ങളുടെ ശരീരങ്ങൾ കൈവക്കുക. ഞാൻ ഇപ്പോൾ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. എവരി സ്പിരിറ്റ് എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചാൽ എവരി സ്പിരിറ്റ് ഓഫ് ഇൻഫർമിറ്റി ഇൻ ദ നെയിം ഓഫ് ജീസസ് വി കമാൻഡ് റൈറ്റ് നൗ ഹംദൽ പ്രഭാഷകോറിയാംദല ഔട്ട് ഇൻ ദ നെയിം ഓഫ് ജീസസ്. എന്നോട് ചേർന്ന് ആമേൻ പറഞ്ഞാട്ട്. ആമേൻ. എല്ലാ രോഗാത്മാക്കളെ യേശുവിൻ നാമത്തിൽ ശരീരങ്ങൾ ഞങ്ങൾ ബന്ധിച്ച് പുറത്താകുന്നു. ഇപ്പോൾ അവർക്ക് സൗഖ്യമുണ്ടാകട്ടെ. വർഷങ്ങളായി മരുന്ന് കഴിക്കുന്ന രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഓരോ നീർക്കെട്ടുകൾ അപ്രത്യക്ഷമാകട്ടെ. യെസ്, ആമേൻ. നടുവേദന സൗഖ്യമാകുന്നു. അസ്ഥി സംബന്ധമായ രോഗങ്ങൾ സൗഖ്യമാകുന്നു. റബാസിയ ബ്ലഡ് സംബന്ധമായ രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകുന്നു. റബാസിയ ഉദര സംബന്ധമായ രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകുന്നു. റബഷസ് നാളുകളായ തലയ്ക്ക് വേദന അനുഭവിക്കുന്ന ചിലർ ഇപ്പോൾ സൗഖ്യമാകുന്നു. റബാഖാശിയന്തല ആപ്തസി വിദേശത്തേക്ക് യാത്ര ചെയ്ത് പോകാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന 2 പേർ. അങ്ങനെയുള്ള 2 പേർ ഈ മീറ്റിംഗിൽ ഇരിക്കുന്ന ഏതോ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട്. ആ 2 പേരോട് ദൈവാത്മാവിന്റെ രാത്രി വ്യക്തമായി പ്രവചിക്കുന്നു. തടസ്സം ഇപ്പോൾ ദൈവാത്മാവ് തകർത്തു മാറ്റുകയാണ്, വഴി തുറക്കുകയാണ്. ശിബാലപായ പരിശുദ്ധമാവ് ചിലർക്ക് വേണ്ടി പുതിയ കണക്ഷൻസ് കൽപ്പിക്കുക. നിനക്ക് വേണ്ടി പുതിയ കണക്ഷൻസ് ദൈവാത്മാവ് കൽപ്പിക്കുക. ചില പുതിയ വാതിൽ ദൈവാത്മാവ് നിനക്ക് വേണ്ടി തുറക്കുക. ഷാബ്ദൽ പ്രഭാജല സിഖ ആമേ പറഞ്ഞു. അതിപ്പോ സംഭവിച്ചു തുടങ്ങുക. ചില പെൺമക്കളുള്ള പാരന്റ്സ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു. ആ പെൺകുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവാത്ഭുതം ചെയ്യാൻ പോവാം. ദൈവാത്മാവിന്റെ രാത്രി ദൂത് പെൺമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചില പാരന്റ്സ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മ ഞാൻ കാണുക. ജാൽമറ സൈഡ് ഹാലലുയ. അത് അടുത്ത എന്റെ കുഞ്ഞ് മോളെ ഏത് കാര്യത്തിന് വേണ്ടി പഠിക്കാൻ വിടണം, ഇങ്ങനെ അല്ലെങ്കിൽ എന്തിനാ ഞാൻ അടുത്ത് അയക്കേണ്ടത്, ഇങ്ങനെ ദൈവത്തോട് ചോദിക്കുന്ന ആരോ ഉണ്ട്. അവരോട് ദൈവാത്മാവ് പറയുക. ആ വ്യക്തി ആരാണോ അവരോട് ദൈവാത്മാവ് സംസാരിക്കുക. ദൈവം ഒരു വഴി തുറക്കും, തടസ്സമഴിക്കും. ഹംദല പ്രഭാജലസിയാല യേശുവിൻ ദൈവം കണ്ട വഴിയിലേക്ക് അവരെ തിരിച്ചു വിടുമെന്ന് ആത്മാവിന്റെ രാത്രി ദൂത് പറഞ്ഞു. പരിശുദ്ധാത്മാവിത ഹല്ലേലൂയ പൗലോസിന് വേണ്ടി ഒരു വാതിൽ തുറന്ന് അതുപോലെ ആമേൻ ദൈവാത്മാവ് നിനക്ക് വേണ്ടി പുതിയ ശുശ്രൂഷയുടെ വാതിൽ ശുശ്രൂഷകൾ ദൈവം കൽപ്പിക്കുന്നു. റബാഖിയാംതല സിഖോറിയാംതല റബാഖാംതല സിയാംതല തുറനോസിന്റെ പാഠശാല പൗലോസിന് വേണ്ടി ഒരുക്കി കൊടുത്ത പോലെ കൊരിന്തി പട്ടണത്തിലേക്ക് പൗലോസ് ശുശ്രൂഷയ്ക്ക് വേണ്ടി വരുമ്പോൾ പൗലോസിന്റെ ശുശ്രൂഷയെ സഹായിക്കാൻ വേണ്ടി സ്പോൺസർ ചെയ്യാൻ വേണ്ടി ഒരു അക്കില്ലാസിനെ പ്രിസ്കിലെ ആ പട്ടണത്തിൽ ആക്കി വെച്ചിരുന്ന പോലെ നീ അറിയുന്നില്ല. നാളെ നിന്നെ ആര് സഹായിക്കും, ആരെ കൂടിയാ ദൈവം നിനക്കൊണ്ട് പ്രവർത്തി നിനക്കറിയത്തില്ല. ഇന്ന് രാത്രി ദൈവാത്മാവ് ചിലരോട് ദൂത് പറയുന്നു. നിനക്ക് വേണ്ടി ചില സ്പോൺസേഴ്സിനെ ദൈവാത്മാവ് ഈ ദിവസം കൽപ്പിച്ചൊരുക്കും. നീ കാണാത്ത സ്ഥലങ്ങളിൽ നിന്ന് വരും. ചിലരോട് ദൈവാത്മാവ് ദൂത് പറയുക. ചിലർക്ക് വേണ്ടി ദൈവത്തിന്റെ അത്ഭുത വഴികൾ ഇന്ന് രാത്രി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഉറവ ഖബല ശാന്തല പ്രഭാജല
റബൗഷ്യ ബി ആംദല ബീന അജയോട് ദൈവാത്മാ ദൂത് പറയുക, നിങ്ങൾ പാർക്കുന്ന ദേശത്ത് നിന്ന് ഒരു കൂട്ടം ആത്മാക്കൾ പുറത്ത്. അജയ് എന്ന് പറഞ്ഞ ഡിവൈസിലേക്ക് അച്ഛനോട് ദൈവാത്മാ ദൂത് പറയുക. മോർദെഖായിയെ പോലെ ദൈവാത്മാവ് കണ്ടിരിക്കുക, തലമുറയിൽ ഒന്നിനെ ഞാൻ പുറത്തെടുത്ത് ഒരു സ്ഥാനത്ത് കൊണ്ടുവന്ന് ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടുത്തുമെന്നും ആത്മാവ് ദൂത് പറയുന്നു. അനിത ടിയസിനോട് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. അർഘമാന ഹസ്യാം തല ഒരു ചില ഉയർപ്പുകൾ ഭവനത്തിനകത്ത് നടക്കും. 6 മാസത്തിന് ശേഷം ഒരു അത്ഭുതം വീട്ടിൽ വരുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. ജാത്മാർത്ഥന പ്രവചനങ്ങൾ സംഭവിച്ചു തുടങ്ങുന്നു. കർത്താവിന് ദാസിക്ക് ദൈവം ഏൽപ്പിച്ച കൃപകൾ എന്താണ്, അത് ശക്തിയോടെ ഉപയോഗിച്ചുകൊള്ളാൻ ദൈവാത്മാവ് ദൂത് പറഞ്ഞു. ഉണർന്നുകൊള്ളാനും ആത്മാവ് ദൂത് പറഞ്ഞു. ആലിസ് M21 ഡിവൈസിലിരിക്കുന്ന മാതാവിനോട് ദൈവാത്മാവ് ദൂത് പറയുന്നു. പിശാച വെച്ചിരിക്കുന്ന ചില തടസ്സങ്ങൾ കുടുംബത്തിന്മേൽ കാണുന്നു. ഇപ്പോൾ അത് യേശുവിൻ നാമത്തിൽ തകർന്നു മാറുന്നു. അർത്ഥര പ്രഭാഷസ്യാന്തല ബെഥേൽ മാത്യുവിനോട് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. രബാഖാഷസ്മേന്തല പ്രഭോഷ്യാന്തനാസിയ ഹല്ലേലൂയ. നീ ഇരിക്കുന്ന ദേശത്ത് ഒരു കൂട്ടം ചിലർക്ക് വേണ്ടി ഞാൻ നിന്നെ ഉപയോഗിക്കാൻ പോവാ. റാബാഘോഷി ആത്തന പ്രഭാഷസ്യാന്തന. തടസ്സങ്ങൾ പലതും മറികടക്കാനുണ്ട്. പരിശുദ്ധാത്മാവ് അതൊന്നും കണ്ടെത്തി ഭയപ്പെടേണ്ട. രാകാശത്തെ ശക്തിയോടെ ഉണർന്ന അന്യഭാഷകളിൽ പിന്നെയും പ്രാർത്ഥിച്ചു കൊള്ളുക. ചില തടസ്സങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ദേശത്തെ തകർക്കപ്പെടും ഞാൻ കാണുന്നു. റബൗഷിമാൽ ഖാംബാസിയ ബിജു എന്ന് പറഞ്ഞ ഡിവൈസിലേക്ക് നാളോട് ദൈവാത്മാവ് ദൂത് വരുന്നു. റബഷസ് ദൈവം ഒരു അത്ഭുതത്തിന് വേണ്ടി കണ്ടതാണ്. ദൈവം അനേകർക്ക് വേണ്ടി ഉപയോഗിക്കും. പ്രാർത്ഥനാ വിഷയങ്ങളിൽ മറുപടികൾ വരുന്ന ആത്മാവ് പറയുന്നു. ബിന്ദു ഭൈഷുവിനോട് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. മാറി മാറി പ്രശ്നങ്ങളും പ്രതിസന്ധിയിലൂടെ അന്ധകാരത്തിന്റെ കെട്ടുകൾ നിരാപ്പി കുടുംബത്തിൽ നിന്ന് അഴിയുന്നു. തുള്ളനും പച്ചപ്പുഴും കൊണ്ടുപോയി സംവത്സരങ്ങൾക്കൊത്തവണ്ണം കുടുംബത്തിന് വേണ്ടി ദൈവം മടക്കി തരും. രാപ്പി ആത്മാവ് ദൂത് പറയും. ചില നഷ്ടപ്പെട്ടെന്ന് കരുതുന്ന മടങ്ങി വരാൻ പോവുക. കുടുംബത്തിനകത്ത് ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു. റബാശ്യാന്തര ചന്ദ്രിക ഡൽഹിയോട് ദൈവാത്മാവ് ദൂത് പറയുന്നു. റോഘോഷ്യാന്തല പ്രഭാത. ഇത്രത്തോളം ദൈവം പറയുക, നിന്റെ പ്രാർത്ഥനയുടെ മറുപടി നീ ചിന്തിക്കലും അപ്പുറത്തായിരിക്കും. പൗലോസ് പറയാം, ചോദിക്കുന്നതിലും നിനയ്ക്കതിലും അപ്പുറത്ത്. നമ്മൾ ചോദിച്ചത് മാത്രം തരുന്നവനല്ല, അതിലും അപ്പുറം തരാൻ കഴിവുള്ളവനാ. ഈ ദിവസങ്ങൾ കർത്താവ് പറയുക, നിങ്ങൾ പാർക്കുന്ന ദേശത്ത് ഞാൻ ചില മറുപടികൾ തരും. അത് ദേശം അത്ഭുതപ്പെടുമായിരിക്കും. അതനം പ്രഭസ്യാന്തൽ കമനശ്യാതലസിയ. അത് അത്ഭുതകരമായിരിക്കുമെന്ന് ആത്മാവ് ദൂത് പറയും. ഏലിയാമ ടിവിയോട് ദൈവാത്മാവ് ദൂത് പറയുന്നു. ഉടാലാബ ശബ്ദൽ ഖമാർത്തന സ്മൈഠിമിനിയാന്തന. ആരാധനയിൽ പ്രാർത്ഥനയിൽ പിന്നെ ശക്തി പുതുക്കേണ്ട ദിവസങ്ങളാ. നിരാശപ്പെട്ടു പോയ ദിവസങ്ങളുണ്ട്, ശക്തിപ്പെടണം എന്ന് ആത്മാവ് ദൂത് പറയും. ചില പോരാട്ടങ്ങൾ ഭവനത്തിന്മേൽ അഴിഞ്ഞു മാറുന്ന ഞാൻ പരിശുദ്ധാത്മാവ് കാണുന്നു. എമിലിനോട് പരിശുദ്ധാത്മാവ് ദൂത് പറയാം. രാഖാസ്മാന്തനാദലാസിയ റൂപാഖാന്ത. കുടുംബമായ ചില യാത്രകൾ ചെയ്യും. ദൈവത്തിന്റെ പ്രത്യേക പദ്ധതികളുണ്ട്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ശേഷിച്ചിരിക്കുന്നു. സാത്താന്യ ശക്തി കുടുംബത്തിൽ കയറി പൊരുതി ഒരു മരത്തെ കുറ്റിയാക്കി കളഞ്ഞ പോലെ അങ്ങനെയുള്ള ചില വിശ്വാസ ജീവിതത്തെ ക്ഷീണിപ്പിക്കാൻ നോക്കിയ ചില പോരാട്ട മേഖലകൾ ഇന്ന് രാപ്പി കുടുംബത്തിന്മേൽ അഴിയുന്നു. കുടുംബത്തിനകത്തുനിന്ന് ചില കാര്യങ്ങൾ ഈ ദിവസം സംഭവിച്ചു തുടങ്ങും. കുടുംബത്തിനകത്തുള്ളവരുടെ വിശ്വാസത്തെ ദൈവം ഒന്ന് ഉണർത്തും. കർത്താവ് പല കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ദിവസങ്ങളാ. ഇത് പ്രത്യേക വാഗ്ദത്തമുള്ള കുടുംബം എന്ന് ആത്മാവ് ദൂത് പറയുന്നു. അസ്തല പ്രഭാഷ്യാർത്ഥന പ്രബോധന ശസ്യ റിബാൽ അത്തര ജിജി എന്ന ഡിവൈസിലിരിക്കുന്ന ബ്രദറിനോട് പരിശുദ്ധാത്മാവ് ദൂത് വരുന്നു. അതന ഹബല സപ്തന. നീ എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ കൈവശം, ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായി തരാം. പ്രാർത്ഥനയെ ഉണർന്നോ, ദൈവം ചിലത് തരുന്ന ദിവസങ്ങളെന്ന് ആത്മാവിന്റെ രാത്രി കർത്താവ് വ്യക്തമായി പറഞ്ഞു. ഹാഷസ്മന്ദന. നീ പലപ്പോഴും നിരാശപ്പെട്ട് ദൂതുകളെ കുറിച്ച് സംശയിക്കൊന്നും വേണ്ട. ഉണർന്ന് പിന്നെയും പ്രാർത്ഥിക്കാൻ, പ്രാർത്ഥനയിൽ ഉണർന്നാൽ ദൈവം ചിലത് ചെയ്യുമെന്ന് ആത്മാവ് ഓർപ്പിക്കുന്നു. സമാർത്ഥന ശബ്ദരാസ്യ. പ്രിയ ഭാവുവിനോട് ദൈവാത്മാവ് ദൂത് വരുന്നു. ഉടാലാബ ശബ്ദന. ഇതിനു വേണ്ടിയാണ് ഞാൻ നിർത്തിയിരിക്കുന്നത്, എന്നെ നിന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ. കർത്താവ് ഒരു സാക്ഷിയായിട്ട് കണ്ടിരിക്കുകയാണ്. ശക്തമായ ദൈവം ഉപയോഗിക്കും. അതന പ്രഭശസ്യ. ചില നാളുകൾ കഴിയുമ്പോൾ കുടുംബത്തിനകത്ത് പലർക്കും വേണ്ടി, പ്രത്യേകിച്ച് മക്കളോട് ബന്ധപ്പെട്ട പല മിറക്കൾ സംഭവിക്കാൻ പോകുന്നത് ഈ രാത്രി ദൈവാത്മാവിനെ കാണിക്കും. ദൈവം ചില മറുപടികൾ തരാൻ പോകുകയാണ്. ശോഭ ബോവസിനോട് ദൈവാത്മാവ് ദൂത് പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് പ്രയാസങ്ങളും പോരാട്ടപ്പെടുന്ന സാത്താന്യ മണ്ഡലം രാപ്യ കുടുംബത്തിന്മേൽ ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ അടവ കമല ശാന്തല പ്രഭാജല സിഖോറിയാന്തല പ്രഭാജല സിഖോറിയാന്തല ഇപ്പോൾ തന്നെ അഴിയത് ഞാൻ ആത്മാവ് കാണുക. ചൂടാ റകന്ത്യാന്തല റിബോഷിയാന്തൽ കമനഘടകസി. റിബലഹത്തൽ കമനഘടകസി. ആ രോഗശക്തി ഇപ്പോൾ ശരീരത്തിന് പുറത്തു പോകുന്ന ഞാൻ ആത്മാവ് കാണുന്നു. ചില വെല്ലുവിളികൾ ആ കുടുംബത്തിന്, മന്ത്രവാദത്തിന്റെ കെട്ടുകൾ ആ കുടുംബത്തിന് അഴിയത് ഞാൻ കാണുന്നു. യേശുവിൻ നാമത്തിൽ ജയമെടുക്കുന്നു. റീബാലബാലബ ഹത്തുനിയാന്തല സിഖോറിയാന്തല ദിഗാനബാലബ റീബാലബ ശസ്യ ആന്തൽ കമാനബ ശസ്യ. ഷീജ സിബിയോട് ദൈവാത്മാവ് ദൂത് പറയുന്നു. ശക്തി ഉണർത്തുകൊള്ളുക. കഴുകനോട് പറഞ്ഞ ദൂത ഇന്ന് രാത്രി നിന്റെ കുടുംബത്തോടുള്ള ദൂത എന്ന് ഓർത്തുകൊള്ളുക. നീ ഇങ്ങനെയൊന്നും പോകേണ്ട ആളല്ല. ഇനിയും ഉയരത്തിൽ പറക്കുവാൻ
കർത്താവ് നിന്നെ കണ്ടിരിക്കുകയാണ്. ഉണർന്നുകൊള്ളുക, വാഗ്ദത്തങ്ങളിലേക്ക് കയറി വരുന്ന ദിവസങ്ങൾ അത്രേ. അടകം സൂജ ധന്യോട് ദൈവാത്മാവ് ദൂത് പറഞ്ഞു, ഷാർമനഹസ്യ തലാസിയ, നീ പ്രാർത്ഥിക്കുന്ന ഒരു പ്രത്യേക വിഷയമുണ്ട്. ആ വിഷയത്തിന്മേൽ ഒരു അത്ഭുതം ദൈവം ചെയ്യും. മറിയം കരഞ്ഞ വിഷയത്തിന്മേൽ യേശു നടന്ന ഒരു ഉയർപ്പ് അയച്ചതുപോലെ കർത്താവ് ഒരു വിഷയത്തിൽ അത്ഭുതം ചെയ്യുന്ന ദിവസങ്ങളാണ്. ഹാലലൂയ, ഹാലലൂയ. ഇന്ന് രാത്രിയിലും എൻ്റെ സമയം ഇങ്ങനെ മുമ്പോട്ട് കഴിഞ്ഞു. അമ്മ സ്തോത്രം. ദൂത് പറയാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ചവരോട് പ്രത്യേകം നന്ദി പറയുന്നു. ആമേൻ. ദൂത് പറയാൻ തുടങ്ങിയ മണിക്കൂറുകൾ പറയുന്ന ആളാണ്. പക്ഷെ നമ്മളെല്ലാം സമയബന്ധിതമായി തീർക്കേണ്ടത് ആവശ്യമാണല്ലോ. ഈ സമയത്ത് എൻ്റെ ഫോൺ നമ്പർ, പ്രത്യേകമായി പ്രാർത്ഥന ആവശ്യമുള്ളവർക്ക് എൻ്റെ ഫോൺ നമ്പർ നൽകാം. ആ സമയത്ത് നിങ്ങൾക്ക് പിന്നീട് പേഴ്സണലി ആ നമ്പറിൽ കോൾ ചെയ്താൽ മതി. ഈ സമയത്ത് പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്യാൻ പോവാണ്. എൻ്റെ നമ്പർ ഒന്ന് പറയാം, ആവശ്യക്കാർക്ക് ആ നമ്പർ നോട്ട് ചെയ്യാം. 701-2424-629 701-24-24-629. ഞാൻ ഒന്നുകൂടെ പറയാം, 701-24-24-629. സ്തോത്രം. പിന്നീട് ഈ മീറ്റിംഗിൽ ലീഡ് ചെയ്യുന്ന ആരാണ് അവിടെ പിന്നീട് നമ്പർ മേടിച്ചാൽ, ലഭിക്കാത്തവർ മേടിച്ചാലും മതി. വളരെ എന്നെ ക്ഷണിച്ചിട്ട് പ്രത്യേകം നന്ദി പറയുന്നു. ദൈവത്തിന് സ്തോത്രം. വളരെ സന്തോഷം. ഇന്ന് രാവിലെ ഒരു നിമിഷം നമ്മളെ സമർപ്പിച്ചു കൊടുത്ത കർത്താവെ, ഈ ജനത്തിനായി സ്തോത്രം. ഈ സൂം മീറ്റിംഗ് നടത്തുന്ന ലീഡർഷിപ്പിൽ നിൽക്കുന്നവർക്കായി സ്തോത്രം. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ രാത്രി ജനത്തോട് സംസാരിച്ചുകൊണ്ടിരുന്നതിനായി സ്തോത്രം. ഇന്ന് രാത്രി അയച്ച അത്ഭുതങ്ങൾ എല്ലാം ഞങ്ങൾ വിശ്വസിക്കുകയാണ്. കർത്താവെ, ഇന്ന് രാത്രിയിൽ അങ്ങയച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കായും സ്തോത്രം ചെയ്തു. അവിടുത്തെ കൃപകൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്തു. റീബാല ഭാഷ ഇപ്പോൾ തന്നെ പ്രത്യേകമായി ഈ രാത്രി ഈ മീറ്റിംഗ് കയറിയിരിക്കുമ്പോൾ പ്രത്യേക വിഷയങ്ങൾ ഇരിക്കുന്നു. ഇന്ന് രാത്രി ഒരു അത്ഭുതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, പ്രത്യേക വാഗ്ദത്തങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ആ പ്രത്യേക വിഷയങ്ങൾ എന്തൊക്കെയാണെങ്കിലും ആ ജനത്തിൽ അവർ പ്രാർത്ഥിക്കുന്ന അവിടെ ആ വിഷയത്തിനായി ഇപ്പോൾ ഞാൻ സ്തോത്രം ചെയ്തു. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെടുന്ന വചനത്താൽ ഈ കുടുംബങ്ങളിൽ മേൽ കിടക്കുന്ന പൈശാചികെട്ടുകൾ ഇപ്പോൾ തന്നെ ആത്മാവിൽ ബ്രേക്കാകട്ടെ. ജാൽബാറ സിഹംദല റിബൗഷ്യാംദല ഹബ്ദൽ കമാനബ ശബ്ദല പ്രഭാജല ഓ റബഖമന ശബ്ദല പ്രഭജല ഘടകസിയ റിബലബൗഷ്യസ്യാംദല റിബൽ ഖമന ശബ്ദൽ ഖമന ഘടകസിയാംദല. യെസ്, ഞാൻ പ്രത്യേകമായി കാണും, ചില കുടുംബങ്ങളിൽ വർഷങ്ങളായി പൈശാചിക ബന്ധനങ്ങൾ ഇപ്പോൾ തകർക്കപ്പെടുന്നു. ചിലർ അത്ഭുതകരമായി വിടുവിക്കപ്പെടുന്ന ആത്മാവിൽ കാണുന്നു. റിബ ശബ്ദരാദല ഉറബ ഷിഖൂറിയാംദലസി റിബൽ ഖമന അബ്ദൽ ഖമന ഘടക സ്വീകോറിയാന്തല പ്രഭാചലസ്യാന്തല റക്കമന. അത്ഭുതങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ബഹുത്വം കർത്താവ് എടുത്തിരിക്കുക. സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് രാത്രി കർത്താവ് വർണ്ണിച്ചത് അനുഗ്രഹത്തിന് ദൂർക്ക് ശക്തിയുടെ 3 പ്രാവശ്യം ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു. ഓവർ ടു യു.